السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. دواء قلب خمسة فتلاوة تدبر المغنى وللبطن الخلا وقيام ليل والتضرع بالسحاب مجالسة صالحين الفضلاء. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടന്തു ക്ലേശം സാരമില്ല നിന്നിലേ. ജനമൊക്കെയും തൃണവൽക്കരിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ടാതിപുർ തന്ന പിന്നെയും. ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെയക്കാലത്തിലും. മരണം നിനക്കില്ലാതതിൽ കഴിയുന്നതാ മനസ്സെപ്പോഴും സന്തോഷമാൽ തിങ്ങുന്നതാ. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. കൊതിയുണ്ട് വല്ലാതെപ്പഴും അതിനോട് അതിലേക്ക് നീ ഒരു
വാസുദാ മന്നാനേ. ആദരണീയരായ കേരള നദ്വത്തുൽ മുജാഹിദീനിന്റെ സാരഥികളായ കാരണവന്മാരെ, സ്നേഹനിധിയായ ഉമ്മമാരെ, സഹോദരികളെ, സഹോദരന്മാരെ, സഹപ്രവർത്തകന്മാരെ, ഈ പരിസരത്തുള്ള വീടുകളിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ചാർജർ എടുക്കാൻ മറന്നു. ശബ്ദം സാഗൂതം കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ അയൽവാസികളെ, അതിൽ കൊടുക്കാണ്ടോ? അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ ഈ സന്ദർഭത്തിൽ ഇവിടെ ഒത്തുകൂടുവാനും സംസ്കരണ ചിന്തകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് വളരെ ഗൗരവമേറിയ ചില കാര്യങ്ങൾ പരസ്പരം ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ള ഒരു അവസരം നമുക്ക് വന്നു കിട്ടിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നമ്മുടെ ഒരുമിച്ച് കൂടൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ജന്നാത്തുൽ ഫിർദൗസിലും മരണാനന്തര ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. അറിഞ്ഞുകൊണ്ടും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഈ അറിവിന്റെ സദസ്സിൽ നിന്ന് പിരിയുന്നതോടുകൂടി അള്ളാഹു നമുക്ക് പുറത്തു തന്ന് മഅഫിറത്ത് നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമുഖ ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ ഒരു ദീനിന്റെ വേദി ഈ വീട്ടുമുറ്റത്ത് സംഘടിപ്പിക്കുവാൻ സന്മനസ് കാണിച്ചിട്ടുള്ള ഈ വീട്ടു നാഥനും അവരുടെ കുടുംബങ്ങൾക്കും അതിനുവേണ്ടി സമ്പത്തും ശരീരവും സമയവും ചെലവഴിച്ചിട്ടുള്ള ആളുകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം പാരത്രിക ലോകത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലുള്ള ഒരുപാട് ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തഖ്ദീർ അനുസരിച്ച് പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, തസ്കിയത്ത് ചിന്തകൾ എന്നാണ് നമ്മുടെ ഇന്നത്തെ വിഷയത്തിന്റെ പേര്. എന്താണ് തസ്കിയത്ത്? നമുക്കറിയാം, തസ്കിയ എന്ന് പറഞ്ഞാൽ സംസ്കരിക്കുക എന്നതാണ്. എന്തിൽ നിന്നാണ് നാം സംസ്കരിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കിയിട്ടുള്ള അബദ്ധമായ വിശ്വാസ ജീർണതകളിൽ നിന്ന് സംസ്കരിക്കപ്പെടണം. അതേപോലെ തന്നെ നമ്മുടെ സാമൂഹികമായ ജീവിതത്തിലെ ജീർണതകളിൽ നിന്ന് നാം സംസ്കരിക്കപ്പെടണം. നമ്മുടെ കുടുംബപരമായ ജീർണതകളിൽ നിന്ന് സംസ്കരിക്കപ്പെടണം. ഈ സംസ്കരണമാണ് യഥാർത്ഥത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ 13.5 വർഷം മക്ക കാലഘട്ടത്തിലൂടെ നിർവഹിച്ചിട്ടുള്ളത്. പിന്നീടുള്ള 10 വർഷം തർബിയത്തായിരുന്നു. അങ്ങനെ തസ്കിയത്തും തർബിയത്തും നൽകിക്കൊണ്ട് ഒരു ഉത്തമ സമൂഹത്തെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വാർത്തെടുക്കുകയാണ് ഉണ്ടായത്.
ഞാൻ ആമുഖത്തിൽ ഓതിവെച്ച ആയത്ത് ഈ കാര്യമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലാ ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സന്നിധിയിൽ നിന്ന് നൽകിയിട്ടുള്ളത് വലിയ ഒരു സൗഭാഗ്യമാണ്. എന്താണ് സൗഭാഗ്യം? ഇത് ബഅസ ഫീഹിം റസൂല, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ അല്ലാഹു തആല അവരിലേക്ക് നിയോഗിക്കുക വഴി. ആ റസൂൽ അവരിലേക്ക് വന്നുകൊണ്ട് ചെയ്ത പ്രവർത്തനം എന്താണ്? യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബും വൽ ഹിക്മ, ആ പ്രവാചകന്റെ 23 വർഷക്കാലത്തെ സംശുദ്ധമായ ജീവിതവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി. ആ രണ്ട് ആധാരങ്ങളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമുദായത്തെ തസ്കിയത്ത് ചെയ്തു, സംസ്കരിച്ചെടുത്തു. വഇൻ കാനൂ മിൻ ഖബ്ല ലഫീ ളലാലിൻ മുബീൻ, റസൂൽ അവരിലേക്ക് വരുന്നതിന് മുമ്പ് അവർ ബഹുദൂരം പിഴച്ചു പോയിരുന്ന ഒരു സമൂഹമായിരുന്നു. നമുക്കറിയാം, അല്ലാഹു തആലയെ മാത്രം ആരാധിക്കാൻ വേണ്ടി പടുത്തുയർത്തിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെയും അല്ലാഹു തആല പൂർത്തീകരിച്ച പരിശുദ്ധമായ കഅബാലയം, ആ കഅബാലയത്തിനകത്ത് അത് നിർമ്മിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പും അവിടെ ഉണ്ടായിരുന്ന സ്വാലിഹീങ്ങൾ എന്നൊക്കെ പറയപ്പെടുന്ന ലാത്ത, മനാത്ത, ഹുബൽ, ഉസ്സ പോലെയുള്ള ആളുകളുടെയും രൂപങ്ങൾ ഉണ്ടാക്കി പരിശുദ്ധ കഅബാലയത്തിനകത്ത് നാട്ടിവെച്ച് ആ കഅബാലയത്തിന്റെ മുറ്റത്ത് വന്നുകൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ഇതാ ഞങ്ങൾ വന്നിരിക്കുന്നു അല്ലാഹ്. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, നിനക്ക് ഒരു പങ്കുകാരനും ഇല്ല അല്ലാഹ്. ആര് പറഞ്ഞതാ? അബൂജഹൽ അടങ്ങുന്ന മക്കത്തുണ്ടായിരുന്ന അന്നത്തെ മുശ്രിക്കുകൾ പറഞ്ഞതാണ്. പക്ഷെ അവര് അതിനുശേഷം പറഞ്ഞൊരു വാക്കുണ്ട്, ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്. അല്ലാഹ്, നിനക്ക് ഒരു പങ്കുകാരനുമില്ല, പക്ഷെ ഒരു പങ്കുകാരുണ്ട്. അതാരാണ്? അത് നിന്റെ ഇഷ്ടദാസന്മാരായ, നീ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട നിന്റെ അമ്പിയാക്കളും, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഔലിയാക്കളുമായ സ്വാലിഹീങ്ങളാണ്. അങ്ങനെയുള്ള ഔലിയാക്കളും സ്വാലിഹീങ്ങളും അമ്പിയാക്കളുമായ ഞങ്ങൾ ഇന്ന് വിളിച്ച് സഹായം തേടിക്കൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങൾ ഇന്ന് നിന്നിലേക്ക് അടുക്കാൻ വേണ്ടി അടയാളന്മാരാക്കിക്കൊണ്ടിരിക്കുന്ന അവർ, അത് നിന്റെ പങ്കാളികളാണ്. അവർക്ക് എന്തൊക്കെ കഴിവുണ്ടോ അതെല്ലാം നീ കൊടുത്ത കഴിവാണ്. സ്വന്തമായിട്ട് ഇബ്രാഹിം നബിക്ക് ഒരു കഴിവുമില്ല, സ്വന്തമായി ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് കഴിവുമില്ല. ഈ ഔലിയാക്കന്മാർക്കൊന്നും സ്വന്തമായി കഴിവില്ല, മറിച്ച് നീ കൊടുത്ത കഴിവിൽ നീ ഞങ്ങളെ സഹായിക്കുന്നവരാണ്. അങ്ങനെയുള്ളൊരു പങ്കാളി നിനക്കുണ്ട് റബ്ബേ. ഇതായിരുന്നു അവരുടെ വിശ്വാസം. അങ്ങനെ കെട്ടിപ്പൊക്കിയിട്ടുള്ള ആ കാലഘട്ടത്തിലെ ഖബറുകളുടെ മുമ്പിൽ പോയി സങ്കടം പറയുകയും, പരിശുദ്ധ കഅബാലയത്തിനകത്ത് നാട്ടിവെച്ചിരുന്ന കല്ലുകളുടെ മുമ്പിൽ പോയി സങ്കടം പറയുകയും, അവരുടെ മുമ്പിൽ നേർച്ചകളും കാണിക്കകളും സമർപ്പിക്കുകയും, അവരുടെ പേരിൽ അവരുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് മൃഗങ്ങളെ അറുക്കുകയും നേർച്ചയാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. രഹസ്യമായും പരസ്യമായും അല്ലാഹുവിനെ കുറിച്ച് നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവര് അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുള്ളവരായി.
ദൃഢതയുള്ള വിശ്വാസമുള്ളവരായി. അതേപോലെ തന്നെ ഈ ശിർക്ക് എന്ന മഹാപാപം അവർ ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ പലിശ സാർവത്രികമായിരുന്നു. പലിശ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വട്ടിപ്പലിശയും ബ്ലേഡ് പലിശയും എന്നൊക്കെ പറയുന്ന അങ്ങേയറ്റത്തെ തീവ്രതയുള്ള, എന്ന് പറഞ്ഞാൽ ഒരുത്തനെ മൊത്തത്തിൽ ചട്ടിക്കാൽ എടുപ്പിച്ച് കുത്തുവാളെടുക്കുന്ന പലിശ എന്നൊക്കെ പറയും. ആ രൂപത്തിൽ കഴുത്തിൽ കത്തിവെക്കുന്ന ബ്ലേഡ് പലിശകൾ തന്നെ ധാരാളം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മദ്യം എന്ന് പറഞ്ഞാൽ അത് വാറ്റി വ്യത്യസ്തമായ രൂപങ്ങളിൽ അത് ഉണ്ടാക്കി കുടിച്ച് മതോന്മത്തരായി ആർത്തുല്ലസിച്ച് ആഹ്ലാദിച്ച് തിമിർത്തി ജീവിക്കുന്നവരായിരുന്നു. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ, പെണ്ണ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു വിഭാഗമായിരുന്നു അവർ. അതേപോലെ തന്നെ പരസ്പരമുള്ള ഗുണ്ടായിസം, ഗോത്രവഴക്കുകൾ, യുദ്ധങ്ങൾ, കലാപങ്ങൾ, അത് ജീവിതത്തിൽ ഒരു ഹരമായിരുന്നു അവർക്ക്. അത് ഒഴിവാക്കിയുള്ള ഒരു പരിപാടി അവർക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്ന് നാം ഈ ആധുനിക കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സാമൂഹികമായ ജീർണതകൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ആ ഇരുണ്ട യുഗത്തിൽ, ആ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ അറബി സമൂഹത്തിൽ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പല ആളുകളും ഇന്ന് പറയാറുള്ളത് അതൊക്കെ അന്നത്തെ ആ ഒട്ടകപ്പുറത്ത് മരുഭൂമിയിലൂടെ അങ്ങനെ സഞ്ചരിച്ച് ടെന്റ് കെട്ടി കള്ളും കുടിച്ച് ജീവിക്കുന്ന അറിവില്ലാത്ത കുറച്ച് പോയത്തക്കാർക്ക് വേണ്ടി അള്ളാഹു തആല പ്രവാചകൻ നിയോഗിച്ച് ആ പ്രവാചകന് ഒരറബി ആയതുകൊണ്ട് കുറച്ച് അറബിയിൽ കുറച്ച് വാക്കുകളും കൊടുത്തു എന്നല്ലാതെ ഈ കാലഘട്ടത്തിൽ എന്താണ് ഖുർആന്റെ പ്രസക്തി? എന്തിനാണ് ആ ഖുർആൻ ഇവിടെ പാരായണം ചെയ്യുന്നത്? ഇതൊക്കെ ഹൈടെക് യുഗമല്ലേ, സൈബർ യുഗമല്ലേ, സോഷ്യൽ മീഡിയകള് ഇന്ന് AI ഒക്കെ ഉയർന്നു വന്ന ഈ കാലഘട്ടത്തിലൊക്കെ ആ പഴഞ്ചൻ കാട്ടറബികളുടെ ചരിത്രവും അവർക്കറിയാം ഖുർആനൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നൊക്കെ ഇന്ന് ചോദിക്കുന്നവർ ഇസ്ലാമിനകത്ത് തന്നെ വളർന്നു വരുന്നു എന്നതാണ് സങ്കടകരമായ അവസ്ഥ. എന്നാൽ ഏത് കാലഘട്ടത്തെയും സംസ്കരിക്കാൻ കഴിവുള്ള അത്ഭുതകരമായ അമാനുഷികത നിറഞ്ഞ മഹത്തായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ ആ ഖുർആനിന്റെ മാസ്മരികത, ആ ഖുർആനിന്റെ പവർ, അത് സഹോദരങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് അല്ലാഹു തആല കൃത്യമായി തരുന്ന ഒരു മാസമാണ് ഈ ശഅബാൻ കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന വിശുദ്ധ റമദാൻ. ആ റമദാൻ ഏറ്റവും കൂടുതൽ നാം ഹൃദയബന്ധം സ്ഥാപിക്കുന്നത് ഖുർആനുമായിട്ടാണ്, ആ ഖുർആനിന്റെ അധ്യാപങ്ങളുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ റമദാൻ മാസത്തിന്റെ ലൈലത്തുൽ ഖദർ എന്ന പുണ്യപ്പെട്ട രാവിലെ അല്ലാഹു തആല ഇറക്കിയ വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ലോകത്തിന് മുമ്പിൽ ഇന്നും ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകാത്ത വിധം എന്തൊക്കെ വിമർശനങ്ങൾ ആരൊക്കെ ഉന്നയിച്ചാലും അതിനു മുമ്പിൽ പഞ്ചമച്ച മടക്കി നിൽക്കുന്ന ആ രൂപത്തിലുള്ള മഹത്തായ ഗ്രന്ഥത്തിന്റെ അനുയായികളാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തന്നെ ഇസ്ലാമിന് ഭാരമാകാൻ പാടില്ല. പക്ഷെ ഇസ്ലാമിന് നമ്മൾ ഭാരമാകാൻ കാരണം ഇസ്ലാം നമുക്ക് ഭാരമായി എന്നതുകൊണ്ടാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിശ്വാസങ്ങളും അതിന്റെ കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിന്റെ നിയമനിർദ്ദേശങ്ങളും തത്വങ്ങളും അത് ജീവിതത്തിൽ പാലിക്കാൻ കഴിയാത്ത വിധം മുസ്ലിം സമുദായം ഇന്ന് ഈ ദുനിയാവിന്റെ നൈമിഷിക സുഖങ്ങളിൽ ആഹ്ലാദിച്ചു എന്നുള്ളത് കൊണ്ടാണ് ആ കഴിഞ്ഞുപോയ സമുദായം പോലെ സംസ്കരിക്കുവാൻ, ആ കഴിഞ്ഞുപോയ ഒരു ജനപദം നന്നായതുപോലെ നന്നാകുവാൻ നമുക്ക് സാധിക്കാത്തത് എന്ന് ഞാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നഫ്സിനോടും സ്വയം ഒന്ന് ചോദിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബ് സംസ്കരിച്ച, അവൻ തൃപ്തിപ്പെട്ട ആ സമുദായത്തെ പോലെ ആകാൻ നമുക്ക് കഴിയില്ലെങ്കിലും അവരുടെ ജീവിതങ്ങളെ പകർത്തുന്ന, അത് പഠിക്കുന്ന, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന, അതുമായി ബന്ധപ്പെടുന്ന ഒരു മുഅ്മിനീങ്ങളായി, മുഹ്സിനീങ്ങളായി, മുവഹിദീങ്ങളായി, മുത്തബീങ്ങളായി അല്ലാഹു തആല നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ ഭർത്തൃ സന്താനങ്ങളെയും കൂട്ടുകുടുംബാദികളെയും നാട്ടുകാരെയും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. നമ്മൾ ദുആ ചെയ്യുക. ഹൃദയത്തിൽ കടന്നുകൂടുന്ന സകല രോഗങ്ങൾക്കും മരുന്നാണ് ഖുർആൻ. അതിൻ്റെ അകത്ത് ഖുർആന്റെ പേജ് ഒന്നായിട്ട് കുടുക്കിയിലിട്ടിട്ട് തിളപ്പിച്ച് അതിങ്ങനെ പിഞ്ഞാളത്തിലും കുടുക്കിയിലാക്കി കുടിക്കലും ഉടുക്കലും ഏകദേശമാക്കി കെട്ടിയിട്ട് നടക്കുക എന്നതല്ല, മറിച്ച് ആ ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ ഭരണഘടനയാണ്. ആ റസൂലുള്ളാഹി 23 വർഷക്കാലം അത് നമ്മുടെ ജീവിതത്തിന്റെ ഭരണഘടനയാണ്.
അതുകൊണ്ട് തന്നെ ആ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ നാം പാലിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരലോകത്ത് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം നമുക്ക് നൽകുക എന്ന കാര്യം നാം ഓരോരുത്തരും വളരെ ഗൗരവത്തോടു കൂടി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നാം ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ ജീവിച്ച് വളർന്ന് പുറത്തേക്ക് വന്നവരാണ്. ഇന്ന് ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ മാതാപിതാക്കളുണ്ട്, ഒരു തറവാടുണ്ട്, ഐഡന്റിറ്റി ഉണ്ട്. നിങ്ങൾക്കും അതുപോലെ തന്നെ ചൂണ്ടിക്കാണിക്കാൻ ഒരു ഐഡന്റിറ്റി ഉണ്ട്. 100 കൊല്ലം മുമ്പ് നാം എവിടെ എന്ന് ചോദിച്ചാൽ ഈ സദസ്സിലിരിക്കുന്ന 100 വയസ്സ് തികയാത്ത ഒരാൾക്കും ഒരു ഉത്തരവും പറയാനില്ല. ഉണ്ടോ? ഇല്ല. ഖുർആൻ നമ്മോട് ചോദിക്കുന്ന ചോദ്യം അതാണ്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറാ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലിഹി വജഅൽനാഹു സമീഅൻ ബസീറാ. എന്തുവല്ലാത്ത ചോദ്യമാണ് ആ ചോദ്യം. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി, മനുഷ്യ, നിന്റെ ജീവിതത്തിന്റെ ഇന്നലകളിൽ ഒരു ശൂന്യമായ കാലഘട്ടം നിനക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ? ഇല്ലേ? ഉണ്ട്. 200 കോടി ബീജഗണത്തിൽ നിന്ന് ലക്ഷണമൊത്ത ഒരു ബീജം അത് പുരുഷന്റെ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് സ്ത്രീയുടെ ഗർഭാശയത്തിലെ അണ്ഡത്തിലേക്ക് കയറുകയാണ്. ആ പുംബീജം അണ്ഡവുമായി ഗർഭാശയത്തിൽ ഒട്ടിച്ചേർന്ന് വിവിധ ഘട്ടങ്ങളിലൂടെ അത് പുറത്തേക്ക് അത് വളരുകയാണ്. വളർന്ന് അതൊരു കുഞ്ഞായി രൂപപ്പെടുകയാണ്. അതാണ് അല്ലാഹു തആല പറയുന്നത്, ഒരു അഡ്രസ് ഇല്ലാത്ത കാലം നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയില്ലേ? ആ കാലഘട്ടത്തിൽ ആ ഒരു ഇന്ദ്രിയത്തുള്ളിൽ നിന്ന് ഈ കാണുന്ന അഴകാർന്ന അരോഗാത്തനായ ഒരു മനുഷ്യരായി നിന്നെ ആരാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്? അള്ളാഹ് ചോദിക്കുകയാണ് നമ്മോട്. വിശുദ്ധ ഖുർആൻ ഇന്ന് ബയോളജിയും എംബ്രിയോളജിയും അതുപോലെ തന്നെ കെമിസ്ട്രിയും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സയൻസ് അതിന്റെ ഉത്തുംഗതയിലെത്തി അഹങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എടുത്തും വായനയും അറിയാത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്കാനിങ്ങിന്റെ സഹായമില്ലാതെ, ഒരു അൾട്രാവയലറ്റ് ലക്ഷ്മിയുടെയും സഹായമില്ലാതെ, ഒരു എക്സ്റേയുടെയും സഹായമില്ലാതെ, ഒരു മിഷനറി സംവിധാനവും ഇല്ലാതെ ഈ ഗർഭാശയത്തിലെ രഹസ്യങ്ങൾ ഖുർആനിന്റെ ആയത്തുകളോടി പറഞ്ഞതിന്റെ ആ കൃത്യമായ വർണ്ണന ഇന്ന് ശാസ്ത്രലോകം ചിത്രീകരിക്കുന്നുണ്ട്. നമ്മൾ വീഡിയോകളിൽ വാട്സപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ല ഇത്. ഇസ്ലാമിനെയും വിശുദ്ധ ഖുർആനിനെയും പരിഹസിക്കുന്നവർ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള നാസ്തിക ചിന്താഗതികൾ, ഇത്തരത്തിലുള്ള പദാർത്ഥവാദികളുടെ ചിന്താഗതികൾ, ഇത്തരത്തിലുള്ള നിരീക്ഷണ നിർമ്മതവാദികളുടെ വാക്കുകൾ ഇത്തരത്തിൽ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബുകളിലൂടെയും ഇസ്ലാമിന്റെ ബദ്ധവൈരികൾ പണം കൊടുത്ത് നിർമ്മിക്കപ്പെട്ട അത്തരത്തിലുള്ള ആളുകളുടെ വായികളിലൂടെ വരുന്നത് കേട്ടുകൊണ്ട് അതൊക്കെ ഒരു ഹരമായി, ട്രെൻഡായി, അതൊരു അഡീഷനായി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഒരുപക്ഷെ ഖുർആൻ ക്ലാസ്സിൽ വിളിക്കുമ്പോഴും പള്ളിക്ക് വിളിക്കുമ്പോഴും ഖുത്ബ കേൾക്കാൻ വിളിക്കുമ്പോഴൊക്കെ കളിയാക്കുന്ന മക്കൾ നമ്മളെ കുടുംബത്തിൽ എപ്പോഴും ഉണ്ടായിക്കോണമെന്നില്ല. ഈ മലപ്പുറം ജില്ലയിൽ തന്നെ പല കുടുംബങ്ങളിലും അത് ഉണ്ടായി വരുന്നു. ആ കുട്ടികൾ കേൾക്കണം, നമ്മൾ അറിയണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ 12 മുതൽ 18 വരെയുള്ള ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നു, മുഅ്മിനീങ്ങളെ കേട്ടോളൂ. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, തീർച്ചയായും മനുഷ്യനെ നാം കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാറിൻ മക്കീൻ, പിന്നീട് ബീജമായി കൊണ്ട് അതിനെ ഒരു ഭദ്രമായ സ്ഥാനത്ത് നാം വെച്ചു. സുമ്മ ഖലഖനൽ നുത്ഫത അലഖതൻ ഫഖലഖനൽ അലഖത മുദ്ഗതൻ ഫഖലഖനൽ മുദ്ഗത ഇളാമാ ഫകസൗനൽ ഇളാമ ലഹ്മാ. ശാസ്ത്രം ഇന്ന് വ്യക്തമായി നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചിരുന്നു, ദൃശ്യ
ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ ഇതേ കാര്യം എന്താ പറയുന്നത്? സുമ്മ ഖലഖനൻ നുത്ഫത അലഖതൻ. പിന്നെ ആ ബീജഗണത്തെ അള്ളാഹു ഒരു ഭ്രൂണമായി മാറ്റി. പിന്നീട് വഖലഖനൽ അലഖത മുദ്ഗത. ആ ബീജഗണത്തെ ഭ്രൂണമാക്കി മാറ്റുകയും ആ ഭ്രൂണം അനന്തരം നാം ഒരു മാംസപിണ്ഡമാക്കുകയും ചെയ്തു. വഖലഖനൽ മുളഅത ഇളാമാ ഫകസൗനൽ ഇളാമ ലഹ്മാ. തുടർന്ന് അനന്തരം ആ ഭ്രൂണം ഒരു മാംസപിണ്ഡമാവുകയും ആ മാംസപിണ്ഡത്തിന് മുകളിൽ അല്ലാഹു തആല അസ്ഥികളെ കൊണ്ട് വീണ്ടും മൂടുകയും ആ അസ്ഥിയുടെ മുകളിൽ വീണ്ടും അല്ലാഹു തആല മാംസം നൽകുകയും തോല് നൽകുകയും ചെയ്യുകയാണ്. എന്നിട്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖറാ. പിന്നീട് നാം മറ്റൊരു സൃഷ്ടിയായവ നല്ല അഴകാർന്ന ന്യൂനതയില്ലാത്ത നല്ലൊരു മനുഷ്യനായി അവനെ അല്ലാഹു തആല സൃഷ്ടിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സുബ്ഹാനല്ലാഹ് ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അപ്പോൾ ആ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അല്ലാഹു തആല എത്ര അനുഗ്രഹപൂർണനാണ്. അപ്പോ ശൂന്യമായ അവസ്ഥയിൽ നിന്ന് നമ്മെ അല്ലാഹു തആല സൃഷ്ടിക്കുകയും എന്നിട്ട് നമുക്ക് ആവശ്യമായ എല്ലാം ആ ഗർഭാശയത്തിൽ വെച്ച് നൽകുകയും പിന്നീട് അല്ലാഹു തആല പറയുന്നു, അവിടുന്ന് പിന്നീട് നിങ്ങളെ ആ ഗർഭാശയത്തിൽ നിന്ന് അല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും, നിങ്ങളേതാ ആ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഞാനൊരു മനുഷ്യ കുഞ്ഞായി പുറത്തേക്ക് കൊണ്ടുവരികയാണ് അല്ലെ. ആ കൊണ്ടുവന്ന് നമ്മളിവിടെ വായുവും വെള്ളവും വെളിച്ചവും ഇവിടെ നമ്മളെല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു തആല നമുക്ക് നൽകി നമ്മെ പോറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ആസ്വദിച്ച് അങ്ങനെ ശാശ്വതമായ ഒരു മരണമില്ലാത്ത ജീവിതം നമുക്കിവിടെ കിട്ടുമോ? അങ്ങനെ അല്ലാഹു തആല ഈ ഭൂമിയിൽ മരണമില്ലാത്ത കാലാകാലം ഒരു ആയുസ്, ഒരു ജീവിതം അല്ലാഹു തആല ഒരാൾക്കും നൽകൂല. അങ്ങനെ നൽകുകയാണെങ്കിൽ ആർക്ക് നൽകണം? അല്ലാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഹബീബായ വലൗ ഖദ്ദറ റഹ്മാനു ഖുൽദൻ ലിഖൽഖിഹി ലദുനിയാ മമാതൻ ബിയൂബി തയ്യിബതി. അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകണമായിരുന്നു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും 63-ാമത്തെ വയസ്സിൽ നിന്ന് ഇവിടെ നിന്ന് അല്ലാഹുവിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ ഉണ്ട് സഹോദരങ്ങളെ ഒരു മടക്കയാത്ര. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സൂറത്തുൽ മുഅ്മിനൂനിന്റെ 18-ാമത്തെ അവസാനത്തെ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു പറയുകയാണ് എന്ത്? സുമ്മ ഇന്ന ബഅദ ദാലിക സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ. പിന്നീട് നിങ്ങൾ എല്ലാവരും മയ്യത്തുകളാകുന്നതാണ്, മരിച്ചു പോകുന്നതാണ്. അപ്പൊ എന്തായാലും ഈ ദുനിയാവ് പൂർണ്ണമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റൂല, നമ്മൾ മരിച്ചു പോകുന്ന അല്ലാഹു തആല പറഞ്ഞു. അതുമ്മലും അല്ലാഹു അവസാനിപ്പിക്കുകയാണെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. കാരണം എന്താ? തിന്നും കുടിച്ചും രസിച്ചും രമിച്ചും ആനന്ദിച്ചും ഉല്ലസിച്ചും ഭോഗിച്ചും ഈ ദുനിയാവിന്റെ പുറന്തോടിൽ നമ്മൾ ആസ്വദിച്ചു. അൽഹംദുലില്ലാഹ്, അതാണ് കഴിഞ്ഞ് അങ്ങോട്ട് മരിച്ച് അത് കുറെ ചിതലും പുഴുക്കളും വണ്ടികളൊക്കെ തിന്ന് അത് ഇല്ലാതാകുകയാണെങ്കിൽ അവനെ കഴിച്ചില്ലായി. അതും അല്ലാഹു തആല അവസാനിപ്പിച്ചില്ല. അല്ലാഹു പറഞ്ഞു, സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി തുബ്അതൂൻ. നിശ്ചയം നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പുനാളിൽ വിചാരണയുടെ നാളിലേക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നതാണ്. തീർച്ചയായും നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് ഖബറിലേക്കും ആ ഖബറിൽ നിന്ന് ശാശ്വതമായ ഒരു പരലോക ജീവിതത്തിലേക്കും ഒരു യാത്രയുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിച്ച ചോദ്യം അതാണ്. മിൻഹാ ഖലഖനാകും
وفيها نعيدكم ومنها نخرجكم تارة أخرى മിൻഹാ ഖലഖനാകും മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ചത് ഈ മണ്ണിൽ നിന്നാണ്. വഫീഹാ നുഈദുകും ഈ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ മടക്കപ്പെടും. വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ ഈ മണ്ണിൽ നിന്ന് രണ്ടാമത് നിങ്ങളെ ഒരു ഉയർത്തെഴുന്നേൽപ്പുന്ന മഹ്ശറിലേക്ക് കൊണ്ടുവരും. ഇത് ഈ രാത്രി എത്ര സത്യമാണോ? ഇന്നീ കാലാട്ടങ്ങാടിയിൽ നമ്മുടെ ഈ സഹോദരന്റെ വീട്ടുമുറ്റത്ത് നാം ഇരിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഇത് റെക്കോർഡ് ചെയ്യുന്നതും എത്ര സത്യമാണോ അതിനേക്കാൾ വലിയൊരു യാഥാർത്ഥ്യമാണ് നാം നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് വരുമെന്നത്. സംശയമുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? സംശയിച്ചാൽ നമ്മുടെ ഈമാൻ ഒന്ന് പരിശോധിക്കണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രോഗബാധിതനായിക്കൊണ്ട് കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശ്വാസം വലിയും അദ്ദേഹത്തിന്റെ ശാരീരിക അസ്വസ്ഥതകളും കണ്ടുകൊണ്ട് മകനും ഭാര്യയും കരയല്ല, ഒരു ദുഃഖമായ അവസ്ഥയിൽ നിൽക്കുമ്പോ, മറ്റു കൂട്ടുകാരിങ്ങനെ അങ്ങേയറ്റം പ്രയാസപ്പെട്ടു നിൽക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരോട് പാടുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. കുല്ലും ബിഹിമ്മു സബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറഖീന അലിഹി ഓരോരുത്തരും അവരുടെ കുടുംബങ്ങളില് ഒരു ബോധവും അന്തുമില്ലാതെ പൊന്തം വിട്ട് അങ്ങനെ ചിരിച്ചു കളിച്ച് സമയം തള്ളി നീക്കുകയാണ്. പച്ച മലയാളത്തിൽ അങ്ങനെ അതിന്റെ അർത്ഥം പറയണ അങ്ങനെ പറയുള്ളൂ. യഥാർത്ഥത്തിൽ അവരുടെ മരണം എന്ന് പറയുന്നത് അവർ കാലിൽ ധരിച്ച ചെരുപ്പിന്റെ പാറ് അവരെ പുറന്തോലിനോട് എത്ര ഒട്ടി നിൽക്കുന്നുണ്ടോ അതുപോലെയാണെന്ന് അവർ അറിയുന്നില്ലല്ലോ. ഇതാണ് സ്വഹാബത്തിന്റെ ചിന്ത. മഹാനായ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നാണ് എന്റെ ഓർമ്മ, തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരണം. അദ്ദേഹം ഒരിക്കൽ പള്ളിയിൽ ഇങ്ങനെ പല സമയങ്ങളിൽ ഇരിക്കാറുണ്ട്. ദീർഘമായി ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അദ്ദേഹം എങ്ങനെ എന്ത് ചെയ്യും, കണ്ണുനീര് വാഴ്ത്തുകൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി എല്ലാവരും പോയിട്ടും ദീർഘമേറിയ സമയം പള്ളിയിൽ ഇരിക്കുന്ന അദ്ദേഹത്തെ കണ്ട് പിന്നിലെ വന്ന് ഷോൾഡറിൽ കൊട്ടിയിട്ട് ചോദിച്ചു, യാ അബാ അബ്ദുറഹ്മാൻ, എന്താണ് നിനക്ക് പറ്റിയത്? എന്തിനാണ് നീ കരയുന്നത്? എന്തെങ്കിലും വല്ല കുടുംബ പ്രശ്നമോ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള നിലക്കാണ്. അദ്ദേഹം മുഖം വിവർണമാക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, കൈഫ നഫ്റഹു യാ റസൂലല്ലാഹ് അൽ മൗതു അമാമനാ വൽ ഖബ്റു വറാഅനാ അൽ ഖിയാമത്തു മൗഇദുനാ കൈഫ നഫ്റഹു. എങ്ങനെയാണ് നബിയെ നമുക്കൊന്ന് പുഞ്ചിരിക്കാൻ പറ്റുക? എങ്ങനെയാണ് നമുക്കൊന്ന് ആഹ്ലാദിക്കാൻ പറ്റുക? എങ്ങനെയാണ് നമുക്കൊന്ന് പന്തം വിടാൻ പറ്റുക? അൽ മൗതു അമാമനാ, നമ്മുടെ മുന്നിൽ മരണമില്ലേ, വൽ ഖബ്റു വറാഅനാ, നമ്മുടെ പിന്നിലുള്ള ഖബർ ജീവിതമില്ലേ, അൽ ഖിയാമത്തു മൗഇദുനാ, ചെന്നു ചേരാനുള്ള പരലോകമില്ലേ. ഈ മൂന്ന് കടമ്പകളും താണ്ടാതെ ഒരാൾക്കും സഹോദരങ്ങള് ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോകാൻ പറ്റില്ല. ഒരിക്കലും ജീവിതത്തെ അവസാനിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, കുൻ ഫി ദുനിയാ കഅന്നക ഗരീബുൻ ഔ ആബിറുസ് സബീൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇബ്നു ഉമറേ, നീ ഭൂമിയിൽ ഒരു വിദേശിയെ പോലെയാകണം, അല്ലെങ്കിൽ നീ ഒരു വഴിയാത്രക്കാരനെ പോലെയാകണം, അല്ലേ? അപ്പൊ ഞാനിവിടെ ക്ലാസ്സിന് വന്നത് ഈ ക്ലാസ് കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ വേണ്ടി ഇവിടെ കൂടാൻ വന്നതല്ല. ഒരു യാത്രക്കാരൻ, ഒരു വിദേശി വിദേശത്തേക്ക് പോകുന്നത് അവിടെ സെറ്റിലാകാനല്ല, തിരിച്ചിങ്ങോട്ട് വരാനാണ്. എന്നതുപോലെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഈ ഭൂമിയാകുന്ന ഇടത്താവളത്തിലേക്ക് നാം വന്നത്, ഇടത്തൊട്ടിലേക്ക് വന്നത് ഇവിടെ ആസ്വദിക്കാനും ആഹ്ലാദിക്കാനും ഇവിടെ സമയം തീർക്കാനും വേണ്ടിയല്ല, മറിച്ച് അള്ളാഹുവിലേക്കുള്ള ഒരു മടക്കയാത്രയെ നിങ്ങൾ ഓർക്കണേ, ചിന്തിക്കണേ. അതിനു മുമ്പിൽ ഈ ദുനിയാവും അതിന്റെ കുഞ്ഞൂട്ടി പരാധീനങ്ങളൊന്നും പരിഗണിക്കണ്ടാന്നോ ശ്രദ്ധിക്കണ്ടാന്നോ, പെണ്ണുങ്ങളൊരു ചുരിദാറുമാണെന്നല്ല പോലെയൊന്ന് സ്ഥലം പറഞ്ഞു കിട്ടില്ല എന്ന് പറയണ്ട, ഇതൊന്നും ആവശ്യമില്ല. അതൊക്കെ നല്ല ചുരിദാർ തന്നെ വാങ്ങിക്കൊടുക്കണം, നല്ല പർദ്ദന്നെ വാങ്ങിക്കൊടുക്കണം, നല്ല കുപ്പായി നിങ്ങൾക്ക് എടുക്കണം, നല്ല വാഹനത്തിൽ യാത്ര ചെയ്യണം, കുഴപ്പമില്ലാത്ത വീട് ഉണ്ടാക്കണം. അതിനൊന്നും ഇവിടെ ആരും എതിര് പറഞ്ഞിട്ടില്ല. പക്ഷേ
നമ്മുടെ ലക്ഷ്യം പാരത്രിക ലോകത്തെ വിജയമാണ്. ഇഹലോക ജീവിതത്തിന്റെ നൈമിഷികമായ സുഖങ്ങളിലുള്ള തള്ളി നീക്കലല്ല. അതുകൊണ്ട് തന്നെ ദുനിയാവരൽപ്പം കുറഞ്ഞു പോയതിന്റെ പേരിൽ നിരാശപ്പെടേണ്ടാകും. ആഖിറം കുറഞ്ഞു പോയെന്ന് ഓർത്തുകൊണ്ട് കരഞ്ഞോളി. റസൂലുള്ളാഹി സംസ്കരിച്ചെടുത്ത സമുദായം അതിനുവേണ്ടി കരഞ്ഞവരായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനും ഹദീസും ചരിത്രങ്ങളും നമ്മോട് പഠിപ്പിച്ചു തരികയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ വേണ്ടി ആയിഷ റളിയല്ലാഹു വീട്ടിലേക്ക് കയറുകയാണ്. അനുവാദം ചോദിച്ച് കയറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈന്തപ്പനന്റെ ഓല, നമ്മുടെ തെങ്ങിന്റെ ഓലമാതിരിയുള്ള ഒരു ഓലയിൽ ഇങ്ങനെ കിടക്കുകയാണ്. നല്ലൊരു ചൂടിക്കട്ടിലും ഇല്ല, നല്ലൊരു ഉന്നത്തിന്റെ ബെഡും ഇല്ല, ഒരു ഫൈബർ ഫോമൊന്നും ഇല്ല, തലയണയില്ല. തലയണക്ക് ഒരു ഇലന്റെ മരത്തിന്റെ വേരിങ്ങനെ മിനിസാക്കിയിട്ട് അതുപോലെ തുണിയിട്ടാണ് അങ്ങനെ തൽക്കാലം കിടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ആപ്പിളിനെക്കാളും ചുവന്ന തുടുത്ത എന്താണ് ആ കളർ, എങ്ങനെ നമുക്ക് വിവരിക്കാതെ? ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും സൗന്ദര്യം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൗന്ദര്യത്തിന്റെ പ്രതീകമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കിട്ടിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗന്ദര്യത്തിന്റെ പ്രതീകമാണ്. അപ്പൊ ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യം ആരാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ശരീരം എന്ന് പറഞ്ഞാൽ സുഗന്ധം അടിച്ചു വീശുന്ന ശരീരമാണ്. സ്വഹാബികൾ പറയാണ്, രാവിലെ ഞങ്ങൾക്ക് ഒരു കൈ തന്നാൽ, മുസാഹഫത്ത് നൽകിയാൽ, ഞങ്ങൾ വീട്ടിലെത്തിയാലും ആ കയ്യിന്റെ സുഗന്ധം മായാറില്ല, അത് വിട്ടുപോകാറില്ല. അത്ര സുഗന്ധമാണ്. വിയർപ്പിനാകട്ടെ, ചർമ്മങ്ങൾക്കാകട്ടെ, രോമങ്ങൾക്കാകട്ടെ, അവിടുത്തെ ഉമിനീരുകളാകട്ടെ, അവിടുത്തെ തുപ്പുനീരുകളാകട്ടെ, അവിടുത്തെ ഏതും അല്ലാഹുവിന്റെ ഹബീബിന്റെ ആസാറുകൾ ഒന്നും എന്തല്ല നാം നമ്മുടെ സാധാരണ പോലെയുള്ള ആസാറുകളെ പോലെ ആക്കാൻ പാടില്ല. ഇതിന്റെ അർത്ഥം അതിന്റെ പേരും പറഞ്ഞുകാണ്ട് ആ ഹദീസൊക്കെ വായിച്ചുകാണ്ട് ഇവിടെ ഏതോ ബോംബെയിലുള്ള ഒരു ചോർ ബസാറിലെ ഒരു കള്ളന്റെ അടുത്ത് ഒരു കെട്ട് മുടി കൊണ്ടുകാണ്ട് ഹബീബിന്റെ മുടിയാന്ന് പറഞ്ഞാൽ വെള്ളത്തിലിട്ട് ലക്ഷക്കണക്കിന് ഉറുപ്പ്യ കോടിക്കണക്കിന് ഉണ്ടാക്കുന്ന കള്ളന്മാരെ നമ്മൾ തിരിച്ചറിയുമാണോ? അതിന്റെ വേറൊരു വശമാണ്. സാറയെ കാണിച്ച് സൂറയെ കെട്ടിക്കാൻ പാടില്ല എന്ന് ബ്രോക്കർമാരോട് പറയലുണ്ട്. എല്ലാ ബ്രോക്കർമാരല്ല കേട്ടോ. സംഭവം എന്താ വെച്ചാൽ സാറ കുറച്ച് ചൊറുക്കുണ്ട്, സൂറ ഓള് കുറച്ച് ചൊറുക്ക് കുറവാണ്. അപ്പളെ കെട്ടിച്ചു വിട്ടിട്ടേ സാറിനെ കെട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? പെണ്ണ് കാണാൻ വരുമ്പോ എന്ത് ചെയ്യും? സാറിനെ കാണിച്ചു കൊടുക്കും. ആ തിരക്കളിലല്ലോ ഡേറ്റ് ഉറപ്പിച്ച് ഇറക്കി വിടുമ്പോ എന്ത് ചെയ്യും? സൂറനെ വിടും. ഈ പണിയാണ് നമ്മുടെ നാട്ടിൽ ചില ഉസ്താദന്മാർ ചെയ്യണ പണി. ഹബീബിന്റെ മുടിയും വിയർപ്പും ഒക്കെ സ്വഹാബത്ത് എടുത്തതും സൂക്ഷിച്ചു വെച്ചതും കഫൻ പുടവയിൽ തുന്നിയതൊക്കെ പറയും. അതിന് ആരാ പുടവ എതിർക്കണത്? പറച്ചിൽ കേട്ടാ തോന്നും പിന്നെ വഹാബികൾ, മുജാഹിദുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാധാരണ മനുഷ്യനാക്കി. ആ സാധാരണക്ക് ഒരു ഖുർആന്റെ തജ്വീദ് നിയമം പോലെ ഒരു 6 അർഫാണ് കിട്ടും. അപ്പൊ സാധാരണക്കാരൻ ചോനെ അള്ളാന്റെ ഹബീബിനെയാണല്ലോ ഈ പറയുന്നത്. സാധാരണക്കാരൻ ആര് സാധാരണക്കാരനാക്കി? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യനെന്ന് പറഞ്ഞാൽ മുഅ്മിനല്ല, അല്ല നമ്മളെ വിശ്വാസം. അസാധാരണത്തുള്ള മനുഷ്യനാണ്. പക്ഷെ മനുഷ്യനാണ്, മലക്കല്ല, ജിന്നല്ല, മനുഷ്യനാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മളിൽ നിന്ന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആധാറുകൾക്കൊക്കെ വിശിഷ്ടതയുണ്ട്, പവിത്രതയുണ്ട് എന്നൊരു സംശയവുമാണ്. പക്ഷെ അതിന്റെ മറവിൽ ഇവിടെ നടത്തുന്ന ചൂഷണങ്ങളും തട്ടിപ്പുകളും അത്തരത്തിലുള്ള എല്ലാ കച്ചവടവും, സ്വലാത്ത് കച്ചവടം, അതേപോലെ തന്നെ സ്വലാത്തുൽ ഫാത്തിഹ്, സ്വലാത്തുൽ നാരിയ, സ്വലാത്ത് താജ്, സ്വലാത്തുൽ അളമ്, എന്തൊക്കെ സ്വലാത്ത. ഓരോ കാലത്ത് ഓരോരുത്തരും റസൂലുള്ളാഹിന്റെ പേരിൽ ഓരോ പേരിൽ സ്വലാത്ത് കെട്ടിണ്ടാക്കിയിട്ട് അതൊക്കെ കച്ചവടമാക്കി. മദീനയിലേക്ക് 1 കോടി സ്വലാത്ത് പാർസൽ. നാളെ അവർ പരസ്യം 1 കോടി. അപ്പൊ എങ്ങനെ ഈ കാർഗോക്ക് സാധനം കൊണ്ടുവന്ന മാതിരി സ്വലാത്തെല്ലാം കൂടി ചാക്കിൽ കെട്ടിയിട്ട് കൊണ്ടുപോകണോ എന്ന് തോന്നിപ്പോകും. എന്തിനാ പോയി ഇവിടുന്ന് എത്ര സ്വലാത്തില്ലാലും മദീനത്തെത്തും, അള്ളാഹുവിലെത്തിക്കും. വ്യാഴാഴ്ച ചെല്ല, വെള്ളിയാഴ്ച ചെല്ല, അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ചെയ്യാം, വണ്ടി ഓടിക്കുമ്പോൾ ചെല്ല, എപ്പോഴും ഇവിടെ ഒക്കെ സ്വലാത്ത് അല്ലിക്കൂടി. ഒരു സ്വലാത്തിന് 30 കൂലിയാണ്. പക്ഷെ അത് റസൂലുള്ളാഹി പഠിപ്പിച്ച സ്വലാത്ത് ആകണം. കമാലിയ സ്വലാത്ത്, താജ് സ്വലാത്ത്, ആലമു സ്വലാത്ത്, സ്വലാത്തുൽ ഫാത്തിഹ്, അല്ലെ, നാരിയത്ത് സ്വലാത്ത്. എന്നിട്ട് ഓരോ മജ്‌ലിസും പ്രത്യേകമായ മർക്കസൊക്കെ നടക്കണം. അതിന്റെ വരുമാനത്തിൽ പാവപ്പെട്ട പെണ്ണുങ്ങള് ചുറ്റും കമ്മലും വളയും മോതിരം ഒക്കെ കൊണ്ടുപോയിട്ടില്ല. ഇപ്പൊ കുറെ മാപ്പിളാക്കൊക്കെ തലി അന്തും വെച്ചിരുന്നു. അവിടെ മജ്‌ലിസിന്റെ ഞാൻ ഫോട്ടോ വെക്കാൻ പോയിക്കോ, എന്റെ കാതത്തോ കയ്യുമത്തോ കഴിച്ചിട്ട് വെറുതെടി ഇട്ടാണ് പോയിക്കോ. കാരണം നെട്ടിക്കടി കത്തിക്കയറി സ്വർഗം നിനക്കൊക്കെ പാടെ പറയുമ്പോൾ പെണ്ണുങ്ങളെ കയ്യിൽ നിന്നിട്ടാണ് പോകും. അറിയാതെ അവര് മാപ്പിളക്കാരെ അതൊക്കെ തട്ടിപ്പാണെന്നില്ല. പിന്നെന്താ വെച്ചാൽ പോകുമ്പോ പോയിക്കോട്ടെ എന്ന് പറയാണ്.
കൂട്ടരെ ഇതിനൊന്നും ആവശ്യമില്ല, പെരിയിരുന്ന് സ്വർഗം വാങ്ങാം. ഇതൊന്നും അല്ലാതെ ഹബീബോ സാഹബത്തോ ഷാഫിമാമോ ഒരു അഖിലുസുന്നോ ജമാഅത്തിലും പഠിപ്പിച്ച രീതിയല്ല ഒന്നും. സന്ദർഭോചിതമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പൊ മുമ്പ് ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ പെരിയിൽ ചെന്ന് ഓലമ്മൽ കടന്ന സംഭവം പറഞ്ഞ മുമ്പ് അവസാനം സ്വലാത്തങ്ങൾ എത്തിയോ ഇല്ല, തിരിച്ചു വരികയാണ്. ഇടയ്ക്കൊക്കെ അങ്ങനെ പോകേണ്ടി വരും. വിഷയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു നാഫിയായ ഇൽമിനെ എല്ലാവർക്കും നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് അബൂഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ശരീരം ഈന്തപ്പന ഓലയിൽ കിടന്ന് എലന്ത മരത്തിന്റെ തലയണയായി തല വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു കണ്ട് നീറ്റപ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ണുകൾ നിറയുകയാണ്, അവിടുത്തെ ചുണ്ടുകൾ ഇടറുകയാണ്. വന്ന കാര്യം പറയാൻ കഴിയാതെ ഉമർ തങ്ങളങ്ങ് കരഞ്ഞു പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ ഉമർ കരഞ്ഞേ? നബിയെ, അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, പരലോകത്തിൽ വിശ്വാസമില്ലാത്ത എത്ര രാജാക്കന്മാരാണ് പട്ടുമത്തുകളിൽ ഉറങ്ങുന്നത്. ലോകത്തിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖായ താങ്കളാണല്ലോ ഈ ഈന്തപ്പന വലയിൽ കിടന്നിട്ട് നിങ്ങളെ പുറത്ത് ചുവന്ന പാട് വന്നിട്ടുള്ളത്. താങ്കൾക്ക് ഒരൽപ്പം ദുനിയാവിന്റെ സുഖം കിട്ടാൻ ഞാനൊരു ചൂടിക്കട്ടിലൊന്ന് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത മറുപടി എന്താണോ? മാലി വലിദുനിയാ ഇല്ലാ കറാകിബുൻ ഇസ്തല്ലാ തഹത ശജറത സുമ്മറാ. മാലി വലിദുനിയാ, ഉമറേ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണ് കുഞ്ഞുമോനെ ഉള്ളത്? ഇസ്തല്ലാ തഹത ശജറത സുമ്മറാ. ഒരു യാത്രക്കാരൻ യാത്രക്കിടയിൽ ഒന്ന് ശീലിക്കുമ്പോ ഒരു തണല് കാണുമ്പോ അവിടെ ഒന്ന് വണ്ടി നിർത്തും, അല്ലെങ്കിൽ അവിടെ ഒന്ന് ഇറങ്ങും, എന്നിട്ട് ആ വിയർപ്പൊക്കെ ഒന്ന് വറ്റി കിതപ്പൊന്ന് മാറി സുമ്മറ ഒരു ലക്ഷ്യത്തിലേക്ക് പോകും. എന്ന പോലെ നമ്മളൊക്കെ ഇവിടെ വന്നത് ഇവിടെ നല്ല പെരിയും പറമ്പും കൂട്ടും കുടുംബം എത്തി കഴിഞ്ഞ് അങ്ങനെ കൂടാൻ വേണ്ടിയാണോ? അല്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ വരയിട്ട് കൊടുത്തു. അതുകൊണ്ട് തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ ജീവിത കാലഘട്ടത്തിൽ 21 രാജ്യം ഭരിച്ച ഖലീഫ ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് ജൂതന്മാര് പോലും ഗ്രന്ഥം എഴുതിയപ്പോ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾക്കറിയോ? H.G. വെൽസ് എന്നറിയപ്പെടുന്ന ഹെർബർട്ട് ജോൺ വെൽസ് ജൂത പാശ്ചാത്യ എഴുത്തുകാരനാണ്. ഇസ്ലാമിന്റെ ബദ്ധവൈരിയാണ്. അങ്ങേറ്റ ഇസ്ലാമിനെയും റസൂലിനെയും ഇസ്ലാമിനെയും ഒക്കെ വിമർശിക്കുന്ന മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്. അദ്ദേഹത്തെ ആ പുസ്തകത്തിൽ പറയാണ്, ഞാൻ ഉമറിന്റെ ഭരണകാലഘട്ടം ഞാൻ പരിശോധിച്ചു നോക്കി. ഉമർ ഭരിച്ച കാലഘട്ടം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് 20 ഭൗതിക സാമ്രാജ്യങ്ങളും ഏക ആത്മീയ സാമ്രാജ്യവുമായി 21 രാജ്യം ഭരിച്ച ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഭരണം നടത്തിയ കാലഘട്ടത്തിൽ പട്ടിണിയില്ലായിരുന്നു എന്നതാണ് അത്ഭുതകരമായ അവസ്ഥ. അദ്ദേഹം എഴുതിയ ആൾ പറയാണ്, സക്കാത്തിന്റെ മുതൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് പിരിച്ച് കേന്ദ്ര ഗവൺമെന്റ് ആകുന്ന മദീനത്തേക്ക് അയക്കട്ടെ എന്ന് ചോദിക്കുമ്പോ ഇവിടെ ആർക്കും കൊടുക്കാനില്ല, നിങ്ങൾ അവിടെ തന്നെ ചെലവാക്കിക്കോളിയുന്ന അല്ലേ? ഇവിടൊക്കെ സക്കാത്ത് കമ്മിറ്റി അടുത്ത റമദാനാണ്, ഇതിന് മുന്നേ തന്നെ കംപ്ലീറ്റ് അക്കൗണ്ടും കാലിയായി അല്ലേ? പിന്നെ അടുത്ത പാവങ്ങൾക്ക് കൊടുക്കാനൊന്നുമില്ല. കാരണം എന്താ? അത് പോക്കറ്റിലുള്ളവന് ഇറക്കൂല. ഓന്റെ കുടുംബത്തിൽ പായുള്ളവൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞ് കൊടുത്ത് കുറച്ച് ഒപ്പിച്ച് അങ്ങനെയാണ് പോകും. നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ സക്കാത്ത് സെല്ലുമായി ബന്ധങ്ങൾ പാലിക്കണം. സക്കാത്ത് സിസ്റ്റമാറ്റിക്കലി ഇസ്ലാമിക ലോകത്ത് നടപ്പിൽ വന്നാൽ, പലിശരഹിത ബാങ്കുകൾ നടപ്പിൽ വന്നാൽ, പ്രിയമുള്ളവരെ, ഈ പലിശക്കെടുതിയിൽ നിന്നും ആത്മഹത്യാക്കെടുതിയിൽ നിന്നും മനുഷ്യന്മാരെ ഭ്രാന്തന്മാരെ പോലെ അലയുന്ന അവസ്ഥയിൽ നിന്നും, അതുപോലെ തന്നെ പട്ടിണി പാവങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അസൂയയും പകയും ഒക്കെ പോകും. പണക്കാർക്ക് ധന്യതയും അന്തസ്സും പ്രാർത്ഥനയും ഒക്കെ കിട്ടും. അതിനെന്ത് വേണം? എന്ത് വേണം? നമ്മൾ സക്കാത്ത് കമ്മിറ്റിയുമായി സഹകരിക്കണം. അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ മഹലുകളിൽ ഉണ്ടാക്കണം. അല്ലാഹു തആല അതൊക്കെ സജീവമാക്കാൻ നമുക്ക് റമദാൻ വരുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തെ പറ്റി H.G. വെൽസ് എന്ന ഹെർബർട്ട് ജോൺ വെൽസ് പറയാണെന്ന്. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ ഞാൻ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതം തോന്നിയത് അദ്ദേഹത്തിന്റെ രാജ്യങ്ങളിൽ പട്ടിണി ഉണ്ടായിരുന്നില്ല. പിന്നെ ആകെ പട്ടിണിയുള്ള ഒരു സക്കാത്തിന് ഒരു മനുഷ്യന് അവകാശിയല്ല. പിന്നെ ആകെ ഒരു അവകാശി ആരാണ് ഞാൻ പരിശോധിച്ചപ്പോ അത് ഖലീഫ ഉമറാണ്. റസൂലുള്ളാഹി അന്ന് വരച്ചു കൊടുത്ത വരെ എന്താ വരാ? മാലി വലി ദുനിയ ഇല്ലാ കറാകിബുൻ ഇസ്തല്ലാ തഹത ശജറത സുമ്മറാ. ഖലാസ്. അഹ്ലുസ് സുഫ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആരാ അഹ്ലുസ് സുഫ? അഹ്ലുസ് സുഫ കേട്ടു. നമ്മളെ ഈ തസവുഫല്ല, ഇപ്പത്തെ സൂഫിയാക്കളല്ല. ഇപ്പത്തെ സൂഫിയാക്കളൊക്കെ നല്ല കോട്ടും ജുബിയും തൊപ്പിയൊക്കെ ഇട്ടുകൊണ്ട് ഏക്കറക്കണക്കിന് ഭൂമി ബെൻസ് കാറിലൂടെ യാത്ര ചെയ്യാണ്.
മുരീദന്മാരെ പറ്റിച്ചിട്ട് പാവങ്ങളെ വഞ്ചിച്ചിട്ട് നല്ല കോടീശ്വരന്മാരായി ജീവിക്കണം, അതല്ല അഹ്ലു സുഫ. അഹ്ലു സുഫ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്വർഗാവകാശികൾ. 7 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്റത്തുൽ മുബശ്ശിരീൻ 10 സ്വർഗാവകാശികളുടെ സന്തോഷ വാർത്ത. അതിലൊരാളാണ് ആര്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, മദീനയിലെ നമ്പർ 1 പണക്കാരൻ, സ്വർഗാവകാശി എന്ന് പേരെഴുതപ്പെട്ടവരാണ്. ആ മഹാനായ സ്വഹാബിയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്ക് കേട്ടാൽ മുഅ്മിനീങ്ങളെ നമ്മുടെ ഹൃദയം പേടിച്ചു പോകും. അല്പം സമ്പത്തുള്ളവർ നെട്ടണം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ അബ്ദുറഹ്മാൻ, സുഫക്കാരായ ആളുകൾ സ്വർഗത്തിൽ പോയിട്ട് 40 കൊല്ലം കഴിഞ്ഞ് നിരങ്ങി നീങ്ങിയാണ് സ്വർഗത്തിലെത്തുന്നത്. സ്വർഗാവകാശി എന്ന് ജീവിതകാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാവ് കൊണ്ട് പറഞ്ഞ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പോലും 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് സ്വർഗം. എന്താ കാരണം അറിയോ? എന്താ കാരണം? കണക്ക് ബോധിപ്പിക്കണം. ചെലവാക്കുമ്പോഴും ഉണ്ടാക്കുമ്പോഴും നമ്മൾക്ക് ഇവിടെ കണക്ക് ബോധിപ്പിക്കാൻ പല തട്ടിപ്പും നടത്താം. ബികോം പാസ്സായോ കാര്യമായിട്ട് ജീവിതത്തിൽ ആ ഏർപ്പാടായിട്ട് നടക്കുന്നത്. സെയിൽ ടാക്സിന് എങ്ങനെ മറികടക്കാം, അതിനിപ്പോ എനിക്ക് ശമ്പളം കൊടുത്തിട്ട് കണക്കിൽ കൃത്രിമം കാണിക്കലാണ് പലചരക്ക് കടക്കാർ എല്ലാ വ്യാപാരികളുടെ അവസ്ഥ അല്ലേ? എന്നാൽ ഈ ഇന്ത്യൻ ഭൗതിക ശരീരത്തിന്റെ ചില ക്രൂരമായ നിയമങ്ങളിൽ നിന്ന് കുതറി മാറണമെങ്കിൽ ഹലാലായ ചില മസലത്ത് പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. ഇല്ലാന്നല്ല, എല്ലാം തെറ്റാന്ന അർത്ഥത്തിലല്ല ഈ പറയുന്നത്. പക്ഷേ അള്ളാന്റെ കോടതിയിൽ ഒരു മസ്ലഹത്ത് നടക്കൂല, ഒരു ബികോമാരനും ഒരു കണക്ക് പിള്ളക്ക് ഒരു കാര്യമില്ല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആദം സന്തതികളുടെ കാൽപാദം അള്ളാഹുവിന്റെ ദർബാറിൽ നിന്ന്, ആ റബ്ബിന്റെ മഹ്ശറിലെ കോടതിയിൽ നിന്ന് എടുത്തു വെക്കാൻ അവന് കഴിയില്ല. ഒരു കാല് വെച്ച് അടുത്ത കാല് മുന്നോട്ട് വെക്കണമെങ്കിൽ 4 കാര്യങ്ങൾ, 4 ചോദ്യങ്ങൾ അവന് വിധേയമാകും. അതിൽ 3ാമത്തെ ചോദ്യം എന്താ? അവന്റെ സമ്പത്തിനെ പറ്റിയാണ് അള്ളാഹുവിന്റെ ചോദ്യം. മിൻ അയ്ന ഇക്തസബഹു വഫീമാ അൻഫഖഹു, എവിടുന്നാണ് ഉണ്ടാക്കിയത്, എവിടെയാണ് കുഞ്ഞുമോനെ ചെലവാക്കിയത്? സമ്പാദിച്ച മാർഗവും വിനിയോഗിച്ച മാർഗവും അള്ളാഹു തആല ചോദ്യം ചെയ്യും. അപ്പൊ ഈ ആത്മാവിന് പുക കൊടുക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, ആത്മാവിന് പുക കൊടുക്കാൻ മനസ്സിലായില്ലേ? സിഗരറ്റും ബീഡിയൊക്കെ വലിച്ച ആൾക്കാര്, ഓലൊക്കെ ഒന്ന് ആലോചിക്കുക. ഈ പൈസ അള്ളാഹിന്റെ കോടതിയിൽ എവിടെ പോയി എന്ന് അള്ളാഹു തആല ചോദിക്കും. ഇരൻകുട്ടിയാജി 10, 18, 20 കൊല്ലമായാലും വലിച്ചാൻ തുടങ്ങിയിട്ടില്ലേ? ആ ഒരു 4,85,000 റുപ്യ അല്ലെങ്കിൽ 15,25,000 റുപ്യ ഞങ്ങൾ അക്കൗണ്ടിൽ ഷോർട്ട് കാണുന്നുണ്ടല്ലോ, എവിടെ പോയി എന്ന് ചോദിച്ചാൽ കുറച്ചോടെ ഞാൻ ആത്മാവിന് പുക കൊടുത്തു എന്ന് പറയാൻ പറ്റുമോ? ഒരു ഉദാഹരണം പറഞ്ഞുള്ളൂ. അപ്പൊ സമ്പാദിച്ച മാർഗവും വിനിയോഗിച്ച മാർഗവും തൊയ്യിബല്ലെങ്കിൽ നാളെ അള്ളാന്റെ ദർബാറിൽ നിന്ന് കാലിൽ എടുത്തു വെക്കാൻ പറ്റൂല. എല്ലാ മാർഗവും ഹലാലാക്കി സ്വർഗ്ഗം റസൂലുള്ളാഹി പറഞ്ഞ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പോലും പാവപ്പെട്ടവർ സ്വർഗത്തിൽ പോയി 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് പോകുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ ഉസ്താദ് പറഞ്ഞെങ്കിൽ ഇന്ന് ഉറങ്ങാൻ പാടില്ല നമ്മൾ. അല്ലാഹു തആല നമുക്ക് സാമ്പത്തിക വിശുദ്ധി നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി വാർത്തെടുത്ത സമുദായത്തിന്റെ തസ്കിയത്തായി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അഹ്ലു സുഫക്കാർ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു വന്നിട്ട് പരാതി പറയാണ്. എന്താ പരാതി? നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യന്മാരെ പരാതി എന്താ? സകാത്ത് മതി പരിഗണിച്ചില്ല അല്ലേ? എത്ര കായിക്കാരുണ്ട് ഒക്കെ അവിടെ ഇവിടെയും കൊടുക്കാനില്ല. നമ്മൾ ആര് നോക്കണം? ആര് നിങ്ങൾ എന്തെയും പറയും ഒക്കെ പറയും. 2-3 പെൺകുട്ടികളുള്ളമാരൊക്കെ പറയും. ചോദിച്ചു വന്നവർക്ക് കെട്ടിച്ചു കൊടുക്കും, അന്ധവിശ്വാസമുള്ളവർക്ക് കെട്ടിച്ചു കൊടുക്കും, ശിർക്ക് വിദാത്തുള്ള കുടുംബത്തിലൊക്കെ കെട്ടിച്ചു കൊടുക്കും. പറയുന്നതാണോ നിങ്ങളിത് വാങ്ങാൻ പാടില്ല, മറ്റാൻ പാടില്ല ഒക്കെ പറയാനല്ലാതെ ആരാതൊക്കെ കെട്ടിക്കൊണ്ടോള്? എന്റെ ഇവിടെ ആൾക്കാർ അങ്ങനെ നമ്മളോട് മറുചോദ്യം ചോദിച്ചിട്ട് ഒരു ആശ്വാസം കണ്ടെത്താണ്. പക്ഷെ ഇവർക്കാ പോണത്. എന്നാൽ അഹ്ലു സുഫയുടെ പരാതി ദുനിയാവിന്റെ പരാതിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകൾ അഹ്ലു സുഫക്കാര് പള്ളിയുടെ ഓരങ്ങളിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ അവര് ഉള്ളത് തിന്ന് ആരെങ്കിലും കൊടുക്കുന്ന വസ്ത്രം വാങ്ങി അണിഞ്ഞ് ജീവിക്കുന്നവരാണ്. അവർ അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കെ പറയുകയാണ്, യാ റസൂലല്ലാഹ് നബിയെ, പണക്കാർ കൂലി വാരിക്കോരി കൊണ്ടുപോണ്, പൈസക്കാര് കൂലി വാരിക്കോരി കൊണ്ടുപോണ്. എന്താന്ന് ചോദിച്ചു. ഓല അള്ളാന്റെ മാർഗത്തിൽ എത്ര കൊടുത്തു പോണത് നബിയെ?
പൈസ ഉള്ളതുകൊണ്ട് അങ്ങനെ കൊടുക്കലല്ലേ. അപ്പൊ റസൂലുള്ളാഹി വെച്ച് ചെങ്ങന്മാരെ നിങ്ങളെന്തിനെ കുയിന്താറില്ല, ഓരത് കായിലുണ്ടല്ലേ, നിങ്ങൾ എന്തിനാണ് പറയുന്നത്, ഒരു കൊടുത്തോട്ടെ. അത് പറ്റൂല. ഓർക്ക് അള്ളാഹ് പൈസ കൊടുത്തതിന്റെ പേരിൽ ഓരോ അള്ളാന്റെ മാർഗത്തിൽ കൊടുത്ത് അള്ളാന്റെ പരലോകത്തെത്തുമ്പോ സ്വർഗത്തിൽ അള്ളാന്റെ കോടതിയിൽ ഉന്നതമായ സ്ഥാനം. ഞങ്ങൾ കായില്ലാത്തതിന്റെ പേരിൽ താഴെ തട്ടില്ല, അത് പറ്റൂല. ഞങ്ങൾക്ക് ഓലെ കൂടെ സ്വർഗത്തിലെത്തണം. കാരണം ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, ഓരോ നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങൾ നോമ്പ് വെക്കുന്നുണ്ട്, ഓരോ നോമ്പ് വെക്കുന്നുണ്ട്, ഞങ്ങൾ ഖുർആൻ ഓരോ ഖുർആൻ ഓതുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്കില്ലാത്തൊരു പ്രത്യേകത ഉണ്ടായിട്ട് എന്താ, കായുണ്ട്, ഓല കായ് വെച്ച് കൂലി നേടുകയാണ്. അപ്പൊ എന്താ പരാതി? അങ്ങനെ ഓർക്ക് കായിന്റെ പേര് സ്വർഗം കിട്ടുക, കായില്ലാത്തതുകൊണ്ട് ഞങ്ങൾ താഴ്ത്തത് പറ്റൂല, ഞങ്ങൾക്ക് സ്വർഗം കിട്ടുന്നത് ഉന്നത സ്ഥാനം കിട്ടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മക്കളെ 10 രൂപ കൊടുക്കൽ മാത്രമല്ല സ്വതക്ക. നമ്മളൊക്കെ വിചാരം എങ്ങനെയാണല്ലോ, സ്വതക്ക ചെയ്യാൻ 10 രൂപ കറൻസി കൊടുത്തെങ്കിലേ സ്വതക്ക ആവുള്ളൂ. അല്ല, കുല്ലു തസ്ബീഹത്തിനും സ്വതക്ക, സുബ്ഹാനല്ലാഹ് സ്വതക്കയാണ്, വകുല്ലു തക്ബീറത്തിനും സ്വതക്ക, തക്ബീർ സ്വതക്കയാണ്, വകുല്ലു തഹ്മീലത്തിനും സ്വതക്ക, വകുല്ലു എല്ലാം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒക്കെ സ്വതക്കയാണ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്തോളി, പൈസ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാമല്ലോ. ഖുർആൻ ഓതൽ സ്വതക്കയാണ്. അംറുൽ മഅറൂഫ് നഹ്യ മുൻകർ സ്വതക്ക, നന്മ കൽപ്പിച്ചോളി തിന്മ വിരോധിച്ചോളി സ്വതക്കയാണ്. ഇമാത്തത്തുൽ അദാനി ത്വരീഖ് സ്വതക്ക, വഴിയിൽ നിന്ന് ഒരു മാർഗതടസ്സം നീക്കിക്കോളി സ്വതക്കയാണ്. ഒരാളൊരു ചൂടെടുക്കാൻ പ്രയാസപ്പെടുന്ന ബസ്സിക്ക് കയറ്റിയേക്ക ബിസ്മില്ലാഹ് കയറ്റിച്ചോട്ടാളി സ്വതക്കയാണ്. നമ്മൾ വണ്ടിയിട്ട് ഇങ്ങനെ വരാണ്, അപ്പൊ സ്കൂൾ കുട്ടികളെ കാത്തിക്കാണ്, ഓരോന്ന് കയ്യാട്ടണ്ട, നിർത്തിച്ചു കൊടുക്കാൻ കാണിക്കാം, ഞാൻ കയറ്റിക്കോ സ്വതക്കയാണ്. ഇങ്ങനെ കായില്ലെങ്കിൽ ഇഷ്ടം പോലെ സ്വതക്ക ഉണ്ടാക്കിക്കോളി എന്ന് പറഞ്ഞു. ഈ അഹ്ലു സുഫക്കാർ എന്ത് ചെയ്തു, രഹസ്യമായി പോയി ചോദിച്ച് റസൂലുള്ളാഹിന്റെ അടുത്ത് കിട്ടിയ ആ മരുന്നേറ്റ് ഓല എന്ത് ചെയ്തു, ഇതൊക്കെ വർദ്ധിപ്പിച്ച് ഓല മറികടക്കാൻ അല്ലെങ്കിൽ ഓരോ ഒപ്പഴേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരാഴ്ച കുറ്റങ്ങൾ പിന്നെയും വന്നാണ് പരാതി, നബിയെ ഞങ്ങൾ തോറ്റുപോയി എന്തേന്ന് ചോദിച്ചു. ഇത് കായിക്കാർ കേട്ടറിഞ്ഞ് പോലും ചെയ്യാൻ തുടങ്ങി. നമ്മളവിടെ അങ്ങനല്ല, നമ്മൾ ദില്ലിന്റെ പേരിൽ മക്കളെ നിങ്ങളൊക്കെ നയിച്ചോളി, ഞാൻ കായ് ഇറക്കി തരാം, എല്ലാരും അല്ല കേട്ടോ. എന്നാ എല്ലാവരും കായിലൊക്കെ സാധാരണക്കാരന്റെ മാതിരി മുണ്ടും മുറുക്കി പോസ്റ്റ് ഒട്ടിച്ച് അങ്ങനെ നടക്കാൻ പറ്റുമോ? അത് പറ്റൂല. ചില ആൾക്കാർ അങ്ങനെ ടീപ്പി ഒക്കെ കസാരി ഇരിക്കല്ലേ, മുസ്ലിം മടവൊക്കെ കാറിൽ പോകല്ലേ, പിന്നെ ഓലൊക്കെ ഇറങ്ങിയാണ് പോസ്റ്റ് ഒട്ടിക്കാൻ വൈദ്യുണ്ട്. എത്ര നമ്മളെ ആൾക്കാരെ വേറെ ആൾക്കാർ ഇങ്ങനെ പിരിവിട്ടും അങ്ങനെ തോന്നുകയാണ്. അങ്ങനല്ല, അതിനൊക്കെ ഓരോ സ്റ്റാൻഡ് ഉണ്ട്. അതിനർത്ഥം ഇത് അതിലേക്ക് ഖിയാസാക്കണ്ട, പക്ഷെ മത്സരിക്കുകയാണ്. എന്താ കാരണം? ഖുർആനിൽ ആയത്തുണ്ട്, മത്സരിക്കുന്നവരെ നിങ്ങൾ പോരാണ്ടേണ്ട ദുനിയാവിന്റെ പദവിക്ക് വേണ്ടിയല്ല, അധികാര കസർത്തിന് വേണ്ടിയല്ല, ഈ ഭൂമിയിൽ വലിയ ബമ്മാടുകൾ ഉണ്ടാക്കി മത്സരിക്കാനല്ല, ആരോഗ്യം കൊണ്ട് മറ്റവൻ അടിച്ചമർത്താനല്ല. എന്തിനാണ് മത്സരിക്കേണ്ടത്? സ്വർഗത്തിന് വേണ്ടി. ഈ മുദ്രാവാക്യം ഒരു ആദർശമായി ഏറ്റെടുത്ത് സ്വഹാബത്ത് മത്സരിച്ചു. ഈ മത്സരം കൂടിയിട്ട് എവിടെ എത്തിയത്? നിങ്ങൾക്ക് റസൂലുള്ളാഹിയുടെ സദസ്സിലൊരിക്കൽ ഖുർആൻ ക്ലാസ് എടുക്കണം. അപ്പോ ഒരു ഗ്ലാസ് പാല് സംഭാവന ചെയ്തു സദസ്സിക്ക്. ഇവിടെ ചായ വെള്ളോ ഇതൊക്കെ കഴിഞ്ഞാൽ ചോറെന്നൊക്കെ പറഞ്ഞില്ലേ, അതന്നെ റസൂലുള്ളാഹിന്റെ കാലത്തുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആൾക്കാർ വിചാരം മുജാഹിദീങ്ങളൊന്നും തിന്നാൻ കൊടുക്കൂല, തിന്നാൻ കിട്ടണമെങ്കിൽ അവിടെ പോകണം എന്നാണ്. അങ്ങനെ കുറെ തിന്നാൻ കൊടുക്കാത്ത പരിപാടി, ഇഷ്ടംപോലെ തിന്നാൻ കൊടുക്കുന്ന പരിപാടി നോക്കിയിട്ട് നമ്മൾ പോയാല് എല്ലാ ഭക്ഷണവും നമുക്ക് ഹലാലാവൂല, ജയിക്കൂലത്. ഒരു മൗലിദ് കിതാബിലുണ്ട് സൈഡിലൊരു വരി, അതെന്താ നിങ്ങള്, ഈ മൗലിദിന്റെ സദസ്സിനെ വിരിശം വെച്ചുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയവർക്ക് പ്രത്യേകം ദുആ, ഒജീച്ചവർക്ക് ദുആ, ഒജീനം കൊടുത്തവർക്ക്. അപ്പൊ ഇത് തന്നെയാണ് നേരത്തെ നമ്മൾ സ്വലാത്ത് നഗറിന്റെ മറവിൽ തട്ടിപ്പടക്കണ പോലെ ഇതേപോലെ കുറെ പിൽക്കാലത്ത് എഴുതിണ്ടാക്കിയ കുറെ പാളക്കിതാബുകൾ, 66 വക, 946 വക, 313 വക എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ വകകൾ കുറെ ഉണ്ടാക്കി അത് കുറെ പോരിച്ചാക്കിയിട്ട് കുറെ ഹദ്ദാദ് കുറെ സദസ്സുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ ഉത്തരം കിട്ടുന്ന മജ്‌ലിസ് എന്നൊക്കെ പറഞ്ഞാണ് എന്ത് ചെയ്യാണ്, കുറെ ആൾക്കാരെ പണം തട്ടുന്നതാണ്. അപ്പൊ ആ പണം കുറെ ഉണ്ടാക്കുമ്പോ അതിന് കുറച്ച് ചോറച്ച് കൊടുക്കുമ്പോ അത് വലിയ സംഭവമാക്കി കാണണ്ട. അള്ളാന്റെ മാർഗത്തിൽ ദീനി പ്രബോധനത്തിൽ നാം ചെലവഴിക്കുന്ന ഒരു വറ്റ് മണിക്ക് നാളെ പരലോകത്തുള്ള മീസാന്റെ കനം തോന്നും. ഇവിടെ അൽഹംദുലില്ലാഹ് അള്ളാഹു ഭക്ഷണം നൽകിയവർക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് റസൂലുള്ളാഹിയുടെ സദസ്സിലേക്ക് ഒരു ഗ്ലാസ് പാല്, ഒരു തോൽപാത്രത്തിൽ കുറച്ച് പാല് സംഭാവന ചെയ്തു ഒരു പെണ്ണ് ക്ലാസ് എടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെന്ത് ചെയ്തു, അവിടെ വെച്ചു. അള്ളാന്റെ ഹബീബ് ബിസ്മില്ലാഹി അല്പം കുടിച്ച്. ഇനി അടുത്ത പണി എന്താ? സഹാബത്തിന് വിതരണം ചെയ്യും. എന്ത് കിട്ടിയാലും റസൂലുള്ളാഹി അത് പങ്കുവെക്കും അല്ലെ.
പക്ഷെ ഒരു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്ക് മുഴുവനും തിന്നൊരു സാധനം ഉണ്ടായി, നിങ്ങൾക്ക് അറിയോ? മാഷാ അല്ലാഹ്, മുന്തിരി തിന്നു. അത് നബിക്ക് മുന്തിരി നല്ല ഇഷ്ടമായതുകൊണ്ട് വാക്കാറാക്കി കൊടുക്കാത്തല്ല. തന്റെ തോട്ടത്തിൽ നിന്ന് കായ്ച്ച മുന്തിരിയിൽ ആദ്യത്തെ ഒരു കൊല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹദിയയായി ആ സ്ത്രീ കൊണ്ടുവന്ന് കൊടുത്തു. നല്ല സന്തോഷത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ഒന്ന് തിന്നു നോക്കുമ്പോ തന്നെ പല്ല് കൂറിപ്പോയി. ഉടമ്പുളി ഒന്നുമല്ല. ഇതെങ്ങാനും മറ്റവർക്ക് കൊടുത്താൽ ഉണ്ടാവില്ല. അള്ളാന്റെ റസൂൽ ഈ പുളിയുള്ള മുന്തിരി കൊടുത്താൽ പല്ല് പോലെ എത്താൻ പെണ്ണ എന്റെ കഥ എന്ന് പറയും. അതുവഴി ആ പെണ്ണിന്റെ ഹൃദയം വേദനിക്കും. അള്ളാന്റെ ഹബീബിന്റെ സ്വഭാവ മഹിമ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്നെ നിയോഗിക്കപ്പെട്ടത് തന്നെ സ്വഭാവത്തിന്റെ ഉന്നതയെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവർ വേദനിക്കുന്നത് സഹിക്കാൻ പറ്റാത്ത നബിയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ആ പെണ്ണ് സ്ത്രീ അവിടെ നോക്കി നിൽക്കുക, മുന്തിരി മുഴുവനും ചവച്ചാണ്ട് തിന്നു. സന്തോഷത്തോടുള്ള മുഖം കണ്ട് തിരിച്ചാണ്ട് പോയി. റസൂലിനോട് ചോദിച്ചു, എല്ലാം കിട്ടിയാൽ ഞങ്ങൾക്ക് നിങ്ങൾ എന്തുകൊണ്ട് നബിയെ ഇത് ഞങ്ങൾക്ക് നൽകിയില്ല എന്ന് ചോദിച്ചു. അപ്പോൾ പൊന്നാര മക്കളെ, നിങ്ങൾക്ക് അങ്ങനെ നൽകിക്കണമെങ്കിൽ നിങ്ങൾ ഈ കൊല്ലത്തിൽ ചീത്ത അറിയാൻ പറ്റില്ല, അത്രയും പുളിയനു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കൊടുക്കും. ആ പാല് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുമ്പോ വലത്തെ ഭാഗത്ത് നല്ല ചെറുപ്പക്കാരായ കുട്ടികൾ, 13-14 വയസ്സുള്ള നല്ല അടിപൊളി എംഎസ്എമ്മിന്റെ കുട്ടികളെ മാതിരി. ഇടത് ഭാഗത്ത് നോക്കുമ്പോൾ നല്ല 89, 90, 75, 60 ആയ പ്രായമുള്ള വയസ്സന്മാരാണ്, പ്രായമുള്ള ആൾക്കാരാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ പാല് പ്രായമുള്ളവർക്ക് കൊടുക്കാനാണ് താല്പര്യം. കാരണം എന്താ? അവരെ ബഹുമാനിക്കണം അല്ലെ, പരിഗണിക്കണം എന്നാണല്ലോ. പക്ഷെ ഇസ്ലാമിൽ എന്ത് നന്മ തുടങ്ങിയാൽ എവിടെ തുടങ്ങണം? വലത്തെ ഭാഗത്ത് തുടങ്ങും വേണം. ഇവത് മറികടക്കാൻ വല്ല മാർഗമുണ്ടോ? ഉണ്ട്. കുട്ടികൾ സമ്മതിച്ചാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒട്ടി നിൽക്കുന്ന 13 വയസ്സുള്ള ഒരു കുട്ടിയോട് നബി വെച്ച, മോനെ ഈ പാല് ഞാൻ വയസ്സന്മാർക്ക് കൊടുത്ത് നിനക്ക് എന്താ പോലെ? കുട്ടികളെ പറ്റൂല നബി, അത് പറ്റൂല. ഞാനിവിടെ ക്ലാസ് തുടങ്ങുമ്പോ നേരത്തെ കാലത്തെ വന്ന് വലത്തെ ഭാഗത്ത് ഒപ്പം എന്തിനാ നിങ്ങൾ എന്ത് കയ്യിൽ തുടങ്ങണം, ഇവിടുന്ന് തുടങ്ങാൻ എനിക്കറിയാം. എന്നിട്ട് ശരി പാലുകൾ വെച്ചാൽ സ്വർഗത്ത് പോവോ? ഇല്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ടാ കിട്ടുന്നത്. ആ കൂലിക്ക് പോകാൻ പാടില്ല. ഇത് റസൂലുള്ള വളർത്തിയെടുത്ത സമൂഹത്തിലെ 13 വയസ്സുള്ള കുട്ടിന്റെ നിലവാരാണെങ്കിൽ നൂറുകണക്കിന് കൊത്തു പറയുന്ന ഖത്തീബുമാരും അത് സംഘടിപ്പിക്കുന്ന പള്ളി കമ്മിറ്റിയും അത് കേൾക്കാൻ തന്നെ നമ്മളൊക്കെ എവിടെ നിൽക്കുന്നു എന്ന് ഞാൻ എന്നോട് ചോദിക്കുക. ഓരോരുത്തരും ചോദിച്ചാളി, അപ്പൊ ഈ ഉത്തരം കിട്ടും. അല്ലാതെ നിങ്ങൾ ചോദിച്ചാണ് ഈ എന്താണ് ഞാൻ അങ്ങനെ വലിയ ആളും മാസൂമോ നിങ്ങൾ കുറെ പോയത്തെ അങ്ങനെയല്ല. എല്ലാവരും സ്വന്തം നഫ്സിനോട് ചോദിച്ചാളി, അപ്പൊ ഉത്തരം കിട്ടും. നമ്മളൊക്കെ എവിടെ നിൽക്കുന്നു? ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത സമൂഹത്തിന്റെ ഉന്നതമായ നിലവാരം. മരണം മുന്നിൽ കണ്ടവർ, നാളെയുടെ ലോകത്തിന് വേണ്ടി എന്തും കണ്ണിൽ കണ്ട പോലെ വിശ്വാസം. അതുകൊണ്ടല്ലേ സൂറത്തുൽ ബഖറയിലെ 5-ാമത്തെ വചനം എന്താ? വഹും ബിൽ ആഖിറതിഹിം യൂഖിനൂൻ. വഹും ബിൽ ആഖിറതിഹിം യുഅ്മിനൂൻ അല്ലല്ലോ പറഞ്ഞത്. ആണോ? അവർ ആഖിറത്തിൽ വിശ്വസിച്ചവരാണ് എന്നല്ല. നമ്മളാണ് റസൂലിന്റെ ഓഡിയൻസ് എങ്കിൽ അള്ളാഹു തആല ചിലപ്പോൾ ആയത്ത് അങ്ങനെ ഇറക്കും. ഓര് പരലോകത്തിൽ വിശ്വസിച്ചവരാണ്. അള്ളാഹ് പറഞ്ഞത് സഹാബത്തിനെ പറ്റി വഹും ബിൽ ആഖിറതിഹിം യൂഖിനൂൻ ആണ്. യുഅ്മിനൂനും യൂഖിനൂനും വ്യത്യാസമുണ്ട്. രണ്ടും വിശ്വസിച്ചവർ തന്നെയാണ്. പക്ഷെ ഒന്ന് യഖീനായ വിശ്വാസമാണ്, മറ്റൊന്ന് എന്താണ്? അത് ഗാനേശുമാരിയുള്ള വിശ്വാസമാണ്. മുസ്ലിം സമുദായത്തിന് മൊത്തത്തിൽ ടോട്ടൽ വിശ്വാസം. പരലോകമുണ്ട്, അള്ളാഹുണ്ട്, സ്വർഗമുണ്ട്, ഖബറുണ്ട്. എന്നാലോ ഇമാമ് വലത്തെ ഭാഗത്തേക്ക് സലാം വിട്ടുമ്പോത്തിന് ഇടത്തെ ഭാഗത്തേക്ക് സലാം വിട്ടുമ്പോത്തിന് അങ്ങാടിയിൽ എത്തും ചെയ്യും അല്ലേ? വഹും ബിൽ ആഖിറതിഹിം യൂഖിനൂൻ. പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാണ് അവര്. എന്നാലും ചോദ്യങ്ങള് ആ വിശ്വാസമായിരുന്നവർക്ക്. അതുകൊണ്ടാണ് ബദർ യുദ്ധം നടക്കുകയാണ്. ബദർ യുദ്ധം നടക്കുമ്പോൾ നമുക്കൊക്കെ അറിയാം, വാളും പരിചയമില്ലാത്ത ആൾക്കാർ പൊട്ടിയ വാളും ഞെളിങ്ങിയ പരിചയം, ചെരുപ്പാണെങ്കിൽ മര്യാദക്ക് ഇല്ലാത്തവര്, ഉള്ള ചെരുപ്പാണെങ്കിൽ ഓട്ടുള്ളത്, ബാറ് കെട്ടിയത്, കീറി പറഞ്ഞ വസ്ത്രം, ഭക്ഷണമില്ല, നോമ്പാണ്, ആളും കുറവാണ്. അതിന്റെ ഇടയിൽ കൂടെ മുനാഫികൾ പറ്റിച്ചും ചെയ്തു. വല്ലാത്തൊരവസ്ഥയാണ്. ഈ അവസ്ഥയിൽ ബദർ യുദ്ധം കാണാൻ വേണ്ടി അന്നത്തെ മക്കയിലെ ജാഹിലിയങ്ങൾ, ഞാൻ ജാഹിലിയങ്ങളെ പറ്റി ആദ്യം നിങ്ങളോട് പറഞ്ഞിരുന്നു. എന്താണ് യുദ്ധം എന്ന് പറഞ്ഞാൽ? അവർക്ക് എന്താണ്? ഹരമായിരുന്നു അല്ലേ? പെരീക്ക് കയറി വരുന്ന ഒരു കുട്ടിനോട് ചോദിക്കും, ഇന്നൊരു തല്ലുമുടി ഒന്നും ഉണ്ടാക്കാതെയാണോ ഇത് വന്നത്? അതെ. എന്ത് മോനാച്ച്, ഒരു അടിയെങ്കിലും റീസൺ ഉണ്ടാക്കാതെ വരരുത് എന്നാണ് മാനിപ്പാനി താല്പര്യം. അത്ര അടിപിടിയോട് താല്പര്യമുള്ള മനുഷ്യന്മാരായിരുന്നു അവര്, വെറുതെ പറയല്ല. അതുകൊണ്ട് തന്നെ അവര് ബദർ യുദ്ധം നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിൽ ടൂർണമെന്റ് നടക്കുന്നുണ്ട്, നമ്മളെന്താ ചെയ്യാ? ഫുട്ബോൾ കളികളൊക്കെ നമ്മളുള്ള മനുഷ്യന്മാരെ എന്ത് ചെയ്യും? നിങ്ങൾ പറഞ്ഞതാണ് എന്താ കാട്ടുക?
2 പാക്കറ്റ് കടലൊക്കെ പോക്കറ്റിലിട്ട് പോലെ ചിപ്സും നുറുക്കൊക്കെ പോക്കറ്റിടും. അല്ല ഇങ്ങനെ തിന്ന് കുറിച്ച് മറ്റങ്ങനെ അരം കയറ്റി അടിക്കട തൂക്കട ഗോളടിക്കടൊക്കെ പറയും. ഇതേപോലെ മക്കത്ത് മുഴുവനും കുന്നാണ്. ബദർ നടക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഫുള്ള് പാറപ്പുറാണ്. ഗാലറി ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ കുറെ ആളുകള് യുദ്ധം കാണാൻ വേണ്ടി വന്ന കൂടുതൽ അഹ്റാബി, ഒരു പച്ച നിഷ്കളങ്കനായ നാട്ടു മനുഷ്യൻ. അഹ്റാബി അങ്ങനെ ഗ്രാമീണനാണ്. ഒരു കുജുബില്ല, അസദില്ല, കൊയ്ന്തില്ല, കുഞ്ചില്ല, കുഞ്ഞായ്മല്ല, ഒന്നുമില്ല. ക്ലീൻ മനസ്സാണ്. ആ കൂട്ടത്തിൽ അഹ്റാബി ഒട്ടകത്തിന്റെ മാംസം പകുതി വേവിൽ ചുട്ടിട്ട വരിക. കാരണം നല്ല വേവിൽ ചുട്ടാ അപ്പൊ തന്നെ തിന്നു കയറും. പകുതി വേവിൽ ചുട്ടാ ഇതിനെ കടിച്ച് വലിച്ച് കളി കഴിഞ്ഞ യുദ്ധം കഴിഞ്ഞ വരെ ഒരു 4 കഷ്ടം ചെയ്യാൻ മതി. അങ്ങനെ ആ പകുതി വേവല് അത് ചുട്ട് ഇലയിൽ പൊതിഞ്ഞ് അരപ്പട്ടയിൽ തിരികെ ഇങ്ങനെ വന്ന് ഗാലറി മരിക്കുകയാണ്. ഗാലറി മരുന്ന് ഗ്രൗണ്ടിക്ക് നോക്കുമ്പോൾ 313 പാവങ്ങൾ ഒരു ഭാഗത്തും 980 സർവായുധ സഞ്ചാരി വേറെ ഭാഗത്തും. അപ്പൊ ഈ അഹ്റാമിന്റെ മനസ്സിൽ നീതിബോധം ഉയരുകയാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ 500, 1000 അങ്ങനെയുള്ള മട്ടം. ഇതിപ്പോ മുഹമ്മദിന് ആളില്ലല്ലോ, പാവം, ഞാൻ സഹായിക്കട്ടെ. കളിയിൽ ആള് കുറവാണ്, ഞാൻ കൂട്ടു ജോക്സ് ഇട്ടേ അല്ല പരിയല്ലത്, തല പോണ ഏർപ്പാടാണ്, യുദ്ധമാണ്. അതും ചിന്തിക്കലിലാണ്. പോയി ചെന്ന് യുദ്ധക്കളത്തുകൾ ചെന്ന് മുഹമ്മദിന് ഒറ്റ തോണ്ടില്ല, ബഹുമാന ആദരവൊന്നുമല്ലല്ലോ, ആണ് തോന്നി. മുഹമ്മദ് എന്തേന്ന് ചോദിച്ചു. അല്ല എനിക്ക് ആള് കുറവല്ല, ആള് വേണം ചോദിച്ചു. ആളെ കിട്ടിയ തിരക്കില്ല. ശരി ഞാൻ കൂടാ, എനിക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. ഏത് കാലത്തും മനുഷ്യന്റെ ചോദ്യം അതാണല്ലോ, എന്ത് കിട്ടും. എന്തെങ്കിലും കിട്ടാതെ അതിന് മെനക്കെട്ടൊരു കാര്യമില്ല എന്നല്ല. എന്ത് കിട്ടും എന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി പഠിപ്പിലേക്ക് പോലെ ഫിൽ ജന്ന, സ്വർഗം കിട്ടുന്നാണ്. സ്വർഗോ? ആ സ്വർഗം. എന്നാ സ്വർഗത്തിൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചു. ആഗ്രഹിച്ചതൊക്കെ കിട്ടുന്നത്. അങ്ങനെ മഞ്ഞ ഒട്ടകങ്ങൾ കിട്ടുവെച്ച്. എന്നിപ്പോ ഒരു ബെൻസും ഓടിയൊക്കെ കിട്ടുവെച്ച മാതിരിയാണ് അന്ന് മഞ്ഞ ഒട്ടകങ്ങൾ തന്നെ കിട്ടുന്നതന്നെ. എത്രയും കിട്ടുന്ന വെച്ചു, എത്രയും കിട്ടുന്നതന്നെ. ഒരു വലി പഠിച്ചോനെ, അത്ര വലിയൊരു സ്വർഗം ഉണ്ട് എന്റെ പഠിച്ചോന്റെ അടുത്ത്. എന്തും കിട്ടണേ ഉണ്ട്. ആ ഉണ്ട്, എനിക്ക് ഇപ്പം ആണത്. അല്ലോ ആ അഹ്റാബിന്റെ മനസ്സിൽ ആഗ്രഹം നോക്കാൻ നിങ്ങൾ ഇപ്പം ആണ് എനിക്ക്. റസൂലുള്ളാഹി അത് വെറുതെ കിട്ടൂല. എന്തേ ചാതിർമേലാണ് എന്നാലും ചൊല്ലിക്കൊണ്ട അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്നക മുഹമ്മദ് റസൂലുള്ളാഹി ആണ്ട് ചൊല്ലി. എന്നിട്ട് അടുത്ത ചോദ്യം എന്താണ്? വാളും ഉണ്ടാകും. നബിയൊന്നും പടമുള്ളവർക്കല്ല വാളില്ല. അത് പറഞ്ഞാൽ പറ്റില്ല. ഇപ്പൊ പറഞ്ഞ സ്വർഗം ഇപ്പൊ പോകാൻ കണ്ടിരുന്നു. എന്ന് ആലോചിച്ച് നോക്കുകയാണ്. വരിന്ന് കളി കാണാൻ വന്നതാ. കുട്ടികളും മക്കളും ചുറ്റുപാടുള്ള ഒരു മനുഷ്യനാണ്. ഒന്നും എല്ലാം മറന്നു. പാരത്രിക ലോകം കണ്ണിൽ കണ്ട പോലെ വിശ്വസിക്കുക. റസൂലുള്ളാഹി പറഞ്ഞു പൊന്നാര മന ഇവിടെ പാടില്ല. അവസാന അഹ്റാബിക്ക് മരത്തുമെന്നൊരു കൊമ്പ് ഒട്ടിച്ചാണ് കൊടുത്ത്. അതേറ്റ് ആ യുദ്ധത്തിൽ ഇറങ്ങി എന്താ കാര്യം? ഒരു വക്ത സ്കെച്ചില്ല, വെട്ടാണ് കൊണ്ട് ചെയ്തായി സ്വർഗത്തിൽ കണ്ടുപോയി. ഇതാണ് അവരെ മനസ്സിലുള്ള സ്വർഗം. അതുകൊണ്ട് തന്നെ ഇസ്ലാം അവർക്ക് ഇസ്സത്തായിരുന്നു, ഇസ്ലാമിന് അവരും ഇസ്സത്തായിരുന്നു. അല്ലേ? ഇന്ന് നമ്മൾ ഇസ്ലാമിന് ഭാരമായി. എന്താ ഇസ്ലാം നമുക്ക് ഭാരമായി? ആലോചിച്ചു. മാവേലി സ്റ്റോറില് പിന്നെ പമ്പയർ, പഞ്ചസാര, ഉഴുന്ന് പരിപ്പ്, ഇതൊക്കെ മാർക്കറ്റിൽ ഇതിനേക്കാൾ എത്രയോ താഴ്ന്ന വരി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 8 മണിക്ക് തന്നെ നമ്മളെ പെരീന്ന് ആരിറങ്ങും? മാരും കാക്കമാരും ഇറങ്ങും സഞ്ചി തൂക്കി. 10:30 മണിക്ക് 10:15 ഉദ്യോഗസ്ഥൻ വരും. അതുവരെ വെയിൽ കൊണ്ട് വരി നിന്ന് ബോധം കെട്ട് പോകും. എന്താ കാരണം? അവിടെ മുന്നിൽ കാണുന്നുണ്ട് ലാഭം. അല്ലേ? ഖുർആൻ ക്ലാസ്സിൽ ഉപയോഗിച്ചാലോ, ഒരു പരിപാടിക്ക് ഉപയോഗിച്ചാലോ അത് തട്ടി. എന്താ താല്പര്യമില്ല. കാരണം കണ്ണിൽ കണ്ട പോലെ യഖീനുള്ള വിശ്വാസമായിരുന്നു അവര്. യഖീനുള്ള വിശ്വാസമാണ്. അതായിരുന്നു സ്വഹാബത്ത്. അല്ലേ? അതായിരുന്നു സ്വഹാബത്ത്. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് കൊടുത്തു, ശരീരം കൊടുത്തു, കുടുംബത്തെ കൊടുത്തു, മജ്ജ കൊടുത്തു, മാംസം കൊടുത്തു, എല്ലാം കൊടുത്തു അവർ. സ്വഹാബത്തിന്റെ ചരിത്രം പറഞ്ഞാൽ അത് മറ്റൊരു വിഷയമാണ്. റമദാനിൽ അല്ലാഹു തആല അവസരം തരികയാണ് ഇൻഷാ അല്ലാഹ്. കനൽ പദങ്ങളിലൂടെ സഞ്ചരിച്ച സ്വഹാബത്തിന്റെ യാത്ര നമുക്കൊരു വിഷയമായിട്ട് വേറെ പറയാം. ജുറൈജ് റളിയല്ലാഹു അൻഹു, അമ്മാർ ഇബ്നു യാസ് റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് ബിൻ ഹറത്ത് റളിയല്ലാഹു അൻഹു, അല്ലേ, ഹുബൈബ് റളിയല്ലാഹു അൻഹു. എത്ര സ്വഹാബത്തിന്റെ ചരിത്രം പറയാനുണ്ട്. അതിലേക്ക് പോയ നമ്മളെ വിഷയത്തിന് മാറും. നമുക്ക് അനുവദിച്ച സമയത്തിലാണ്. എങ്ങനെ ഇവിടുത്തെ സിസ്റ്റർ എനിക്കറിയില്ല. ഉമ്മണിയുടെ പോലോ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ വിഷയത്തിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് മടങ്ങാണ്. ദുനിയാവ് നൈമിഷികമാണ്, പാരത്രിക ലോകമാണ് ശാശ്വതം. ഇത് മനസ്സിലാകുന്ന ചരിത്രമാണ് ഇവിടെ പറഞ്ഞത്. ഇനി പ്രാക്ടിക്കൽ ടീച്ചിങ്. പ്രാക്ടിക്കൽ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ? കൊണ്ടേറ്റ് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അങ്ങാടിയിൽ സ്വഹാബത്തിനെ കൂട്ടി ഇങ്ങനെ പോവുകയാണ്. വൈകുന്നേരം ഈ അസർ കഴിഞ്ഞ മഗ്‌രിബിന്റെ ഇടയിൽ കടകളിൽ കയറിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശ നിർദ്ദേശങ്ങൾ പോയി.
അപ്പൊ അങ്ങനെ സ്വഹാബത്തിന്റെ ബാക്കിൽ റസൂലുള്ളാഹിന്റെ ബാക്കിൽ സ്വഹാബത്ത് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോണ കൂട്ടത്തില് ആ കടക്കാര് വേസ്റ്റ് കൂട്ടിയിട്ട കൂമ്പാരങ്ങളായി കൂട്ടിയിട്ട ആ കൂമ്പാരത്തിനടുത്ത് റസൂലുള്ളാഹി അങ്ങനെ പോവുകയാണ്. അപ്പൊ സ്വഹാബത്താലേക്ക് എത്തി നബി അങ്ങോട്ട് പോണ് ഈ ദുരന്തം നടക്കണോട്ട് വേസ്റ്റിലേക്ക്. അപ്പൊ അവിടെ ദിവസങ്ങൾക്ക് മുമ്പ് ചത്ത് ജീർണിച്ച് അസ്ഥികൂടമായ ഒരു ആട്ടിൻകുട്ടിന്റെ ശരീരമുണ്ട്. ജീർണിച്ച് ആൾക്കാരെ ഒഴിവാക്കിയിട്ടാണ്, ഇങ്ങനെ ഉണങ്ങി പറ്റി കോട്ടയിൽ ആ കൊട്ട ആട്ടിൻകുട്ടിന് തടിങ്ങനെ എടുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആർക്കെങ്കിലും ഇത് ഒരു ദിർഹമിന് വേണോ വെച്ചു. സഹാബികൾ പറഞ്ഞു, നബി എത്ര ഒരു ദിർഹമിനെന്തോ ഞങ്ങൾക്ക് വേണ്ട, എന്നാ വെറുതെ എടുത്ത് വഴി ഞാൻ തരാണ്, വെറുതെ തന്നാലും വേണ്ടാണ്. ഉടനെ റസൂലുള്ളാഹി പറയുക, ഇതാണ് ദുനിയാവ്, പഠിച്ചോളി, ഇതാണ് ദുനിയാവ്. മറ്റൊരു അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ ബീച്ചിൽ കൊണ്ടേ, നമ്മൾ കുടുംബത്തിനെ ബീച്ചിൽ കൊണ്ടുപോകുന്നില്ല, ഐസ്ക്രീമും കടലൊക്കെ തിന്ന് അവിടെ കുടിച്ച് അല്ലേ നല്ല ഉഷാറായിട്ട് ആട്ടും പാടി ഒക്കെ വേണട്ടോ, വേണ്ടാന്നല്ല, അൽഹംദുലില്ലാഹ് വേണം, അല്ലാഹു തആല ഇതൊക്കെ അവസരം തോന്നിക്കും നൽകട്ടെ. പക്ഷേ അതിന്റെ കൂട്ടത്തിൽ കുറച്ച് കാര്യമുള്ള പണിയും കൂടി എടുക്കുക. റസൂലുള്ളാഹി സഹാബത്തിനെ ബീച്ചിൽ കൊണ്ടുപോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിരല് കിട്ട് മുക്കി, ചൂണ്ട് വിരല് വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് സഹാബത്തിന് വിളിച്ചത്, സഹാബത്തെ ഈ വിശാലമായ സമുദ്ര ജലത്തിൽ നിന്ന് എന്റെ വിരൽ തുമ്പിലേക്ക് ഇപ്പോൾ ശേഖരിച്ച വെള്ളം എത്ര തുള്ളിയുണ്ടെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഒന്നുകിൽ ഒരു തുള്ളി അല്ലെങ്കിൽ ഒരു 1.5 തുള്ളി, അതിനപ്പുറം ഉണ്ടാവോ? ഒരു തുള്ളി ഇട്ടി അടുത്ത തുള്ളി ഫുൾ ഇട്ടുണ്ടാവോ? ഇല്ല, ഒരു 1.5 തുള്ളി, ഒരു 2 തുള്ളി ഇട്ടിക്കോളി. റസൂലുള്ളാഹി പറഞ്ഞു, എങ്കിൽ ഈ 2 തുള്ളിയാണ് ദുനിയാവ്. ആ കടലിൽ ബാക്കിയായ വെള്ളം എത്ര ഉണ്ട് കണക്കൂട്ടാൻ പറ്റുമോ? അതാണ് ആഖിറം. പ്രാക്ടിക്കൽ ടീച്ചിങ് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ മരണത്തെയും മരണാനന്തര ജീവിതത്തെയും കുറിച്ച് അവര് ആലോചിക്കുകയായിരുന്നു. മഹാനായ അത്താഹു സലമി റളിയല്ലാഹു അൻഹു, മഹാനായ അത്താഹു സലമി റളിയല്ലാഹു അൻഹു, ആരാ അത്താഹു സലമി റളിയല്ലാഹു അൻഹു? നല്ല എംബ്രോയിഡറി വർക്കറാണ്. മദീനയില് ഈ പുതപ്പുകൾ കൈത്തുന്നുകളിലൂടെ പല ഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവന്ന തുണിയും നൂലുകൾ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്ത് നല്ല കാർപ്പറ്റുകൾ അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കുന്ന നല്ല എംബ്രോയിഡറി വർക്കറാണ് ആര്? അത്താഹു സലമി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം മദീനയുടെ കമ്പോളങ്ങളിൽ ആരും അത്ഭുതപ്പെടുന്ന, ഏതൊരു മനുഷ്യനും ഒരു ന്യൂനതയും പറയാത്ത വിധം ഒരു അടിപൊളി കാർപ്പറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദിവസങ്ങളോളം പണിയാലയത്തിൽ കയറി അത് മുഴുവനും നെയ്ത് അടിപൊളിയായിട്ട് കൊണ്ടുവന്നിട്ട് ഒറ്റ നിർത്തല്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഈ പൊറി സാധനങ്ങൾ മറ്റൊക്കെ കൊണ്ടുവരുമ്പോൾ ആൾക്കാരാണ് കൂടുന്നത്, ഇതുപോലെ ജനങ്ങളാണ് തിങ്ങി നിറഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ട് എരി ഒഴിച്ചാൽ തുടങ്ങി, അത്ഭുതം പറയാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ നല്ല ബുദ്ധിമാനായ ഒരു ഒരുത്തൻ പറഞ്ഞു, താങ്കളുടെ ഈ വിരിപ്പിന് 4 ന്യൂനത ഉണ്ട്. അത്താറിന്റെ മുഖം മാറിപ്പോയി, ഇത്രയും പണിയെടുത്തിട്ട് 4 ന്യൂനത ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഇതാ ഇന്ന സൈഡിൽ ഇന്ന പോരായ്മ ഉണ്ട്, ഓരോന്ന് തോണ്ടിയാണ് കാണിച്ചു കൊടുത്തു. മഹാനായ അത്താഹു സലമി റളിയല്ലാഹു അൻഹുവിന്റെ മുഖം ചുവന്നു, കണ്ണുകൾ നിറഞ്ഞു, ചുണ്ടുകൾ ഇടറിയതാ, അദ്ദേഹത്തിന്റെ ഹൃദയം ഇങ്ങനെ വിതുമ്പുകയാണ്. സഹാബത്തും മറ്റുള്ളവരും പറഞ്ഞു, എന്തിനാണ് മനുഷ്യ നീ ഈ അവസരത്തിൽ ഇത് പറഞ്ഞത്? അദ്ദേഹത്തിന് വലിയ ടെൻഷനായില്ലേ? അപ്പൊ അദ്ദേഹം വിചാരിച്ചു പറയണ്ടില്ലായിരുന്നു. അപ്പൊ അത്താഹു സലമി റളിയല്ലാഹു അൻഹു കരച്ചിലിനടിയിൽ പറഞ്ഞു, അല്ലല്ല, നിങ്ങളിന്റെ വിരിപ്പിന് ന്യൂനത കണ്ടോണ്ടല്ലോ ഞാൻ കരഞ്ഞത്, അങ്ങനെ വിചാരിക്കരുത്. ഇത് മോശമാണത്, ഇന്നെ പ്രശ്നം ഉണ്ട് പറഞ്ഞാൽ എനിക്കത് രണ്ടാമത് കൊണ്ടുപോയി അത് പരിഹരിച്ച് നിങ്ങളെ മുമ്പിൽ വീണ്ടും കൊണ്ടു നിർത്താൻ പിന്നൊരു കംപ്ലൈന്റ് നിങ്ങൾക്ക് പറയാത്ത വിധം പണിയെടുക്കാനുള്ള അവസരമുണ്ട്, എന്റെ അതിനുള്ള സംവിധാനമുണ്ട്, അതൊക്കെ എനിക്ക് കൈവന്നത്. അതിന്റെ പേരിലല്ല ഞാൻ കരഞ്ഞത്. പിന്നെ ഞാൻ എന്തിനാ കരഞ്ഞത്? അള്ളാഹുവിന്റെ കോടതിയിൽ ഞാൻ ഒറ്റക്കൊറ്റക്ക് വിചാരണക്ക് വരുന്ന സമയത്ത് എന്റെ ഇസ്ലാമിക ജീവിതമാകുന്ന ഈ കാർപ്പറ്റ് അള്ളാഹ് നമ്മുടെ പരലോകത്തിൽ ഇതുപോലെ നിർത്തുമ്പോ തൗഹീദിൽ വേണ്ടത്ര വിശ്വാസമില്ലല്ലോ, തൗഹീദിൽ വിള്ളലേറ്റല്ലോ, സുന്നത്തിൽ ഒരുപാട് വിദാത്തുകൾ കലർന്നല്ലോ, കർമ്മങ്ങൾ പാളിപ്പോയല്ലോ, ഹജ്ജിലെ ഖുശൂഇല്ലല്ലോ, നമസ്കാരം ബാത്തിലായല്ലോ, സക്കാത്ത് സ്വീകരിച്ചിട്ടില്ലല്ലോ, ഇങ്ങനെ അള്ളാഹു തആല ഞാൻ അവിടുന്ന് പറഞ്ഞാൽ എന്താണ് അവന്റെ അവസ്ഥ എന്ന് ആലോചിച്ച് കഴിഞ്ഞതാണ്. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഇങ്ങനെ കരയാൻ നമ്മൾ ആരെങ്കിലും നിസ്കാരപ്പായിരുന്നോ ഒറ്റയ്ക്കുന്ന സമയം ചെലവാക്കിക്കണോ? ഉണ്ടെങ്കിൽ ആ കണ്ണുകൾ, ആ കണ്ണുനീരുകൾ ഒരിക്കലും നരകത്തിന്റെ പുക സ്പർശിക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അങ്ങനെ കരയുള്ള മനസ്സ് നമുക്ക് തരട്ടെ. കാലഘട്ടം ഖിയാമത്തിനോട് അടുക്കുന്തോറും അമാനത്തുകൾ, ഹുശൂഉകൾ, അല്ലേ, അതുപോലെ തന്നെ അഹ്ദുകൾ എല്ലാം ഉയർത്തപ്പെടും. അവസാനം ഖുർആന്റെ ആയത്തുകൾ വരെ ഉയർത്തപ്പെടുന്നതാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഖുർആന്റെ
ആയത്തുകൾ പോലും ഉയർത്തപ്പെടും. എങ്ങനെ ഉയർത്തുന്നതാണത്? ഇൽമുള്ള ആൾക്കാരെ മരിപ്പിച്ചുകൊണ്ട് ഉയർത്തുന്നു മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച് അറഫ് വരെ ഉയരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി തന്നെ പറഞ്ഞതായി പ്രിയമുള്ള മുഅ്മിനീങ്ങള് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല യുസ്റ അലാ കിതാബില്ലാഹി ഫിൽ ലൈലി ലാ യബ്കാ മിൻഹു ഹർഫൻ വാഹിദോ. ഖുർആനിൽ അല്ലാഹു തആല ആ ആയത്തുകൾ ആകാശത്തേക്ക് ഉയർത്തിക്കളയും, ഒരു ഹർഫ് പോലും ബാക്കി വെക്കാതെ ഖുർആനിന്റെ മുഴുവൻ ക്രോഡീകരണങ്ങളെയും അല്ലാഹു ഉയർത്തുന്നതാണ്. മനുഷ്യന്മാരിലേക്ക് അജ്ഞതയും അതുപോലെ വേണ്ടാത്ത കുറെ കവിതകളും പാട്ടുകളും ഇറങ്ങുകയും ചെയ്യും. ഖുർആന്റെ ഹർഫ് കിതാബ് ഉയർത്തപ്പെടും എന്ന് പറഞ്ഞാൽ മഷി ഉണങ്ങി വൈറ്റ് പേപ്പറാവും. ഞങ്ങൾ 30 ദിവസം ഖുർആൻ അർത്ഥം വൈറ്റ് പേപ്പറാവും, അങ്ങനെ എന്റെ അർത്ഥം, ഒരു സംശയമില്ല. ഇങ്ങനത്തെ കാലഘട്ടം വരും എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി പറയുന്നു, അക്സറൂ തിലാവത്തിൽ ഖുർആൻ ഖബല അൻ യുർഫഅ മിൻകും. അല്ലാഹുവിലേക്ക് ഖുർആനിലെ ലിപികളെ ഉയർത്തുമ്പോൾ അതിന്റെ മുമ്പ് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്തോളൂ, ഖുർആൻ പഠിച്ചോളൂ, അത് പകർത്തിക്കോളൂ. അല്ലേ? നാളെ പ്രയോഗത്തെത്തിയുള്ള സ്ഥിതി എന്താ സ്ഥിതി? വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറയും, യാ റബ്ബി, എൻ്റെ റബ്ബേ, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. എന്റെ ഉമ്മത്ത് ഖുർആനിനെ അകന്നകോടിയിൽ തള്ളിക്കളഞ്ഞു. അല്ലാഹ്, അപ്പൊ ഖുർആൻ എന്ന് പറഞ്ഞാല് മരിച്ചോർത്ത് ഓതാനും യാസീൻ മാത്രം മനപ്പാടാക്കാനും മൂലമാനത്ത് അസുഖണ്ട് ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞാൽ അത് ഉറുക്ക് കയറി സൈക്കിളിലാക്കിയിട്ട് കെട്ടാനും പിഞ്ഞാണത്തിൽ കലക്കാനും വെള്ളത്തിൽ ഒതി കുടിക്കാനും ഉള്ള അല്ല ഖുർആൻ. ഖുർആൻ എന്തിനുള്ള? ഖുർആൻ ജീവിക്കുന്ന ഒരു ഗൈഡൻസ് ആണ്. ആ ജീവിക്കാൻ നമുക്ക് അല്ലാഹു തആല നൽകിയ ഒരു ശൂന്യതയിലെ അധ്യാപകനാണ് ഖുർആൻ. എന്താണ്? ശൂന്യതയിലെ അധ്യാപകനാണ് ഖുർആൻ. അതുകൊണ്ട് തന്നെ ആ ഖുർആൻ നമ്മള് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം? ഖത്തമ ഓതി തീർത്ത് പഠിക്കലാണോ? അല്ലേ? അജിബെത്തറിന് ഓതി അടിക്കല്ല റമദാന്. അപ്പൊ പാത്തുമ്പോ ഞാന് 5 കഴിഞ്ഞ് ഞാൻ 6 കഴിഞ്ഞ് മാഷാഅല്ലാ നല്ലതാണ്, മത്സരിച്ച് കൂടി ഒരു കുഴപ്പമില്ല, നല്ല കൂലി കിട്ടും. പക്ഷെ വെറും ഖത്ത ഓതൽ മാത്രമല്ല ഖുർആൻ ബുദ്ധി. മറിച്ച് ഖുർആൻ ഓതേണ്ടതും പഠിക്കേണ്ടതും ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. വഖാല ഖൗലുഹു തആല യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. എന്റെ ഉമ്മത്ത് ഖുർആൻ അകന്നകോടിയിൽ തള്ളിക്കളഞ്ഞു റബ്ബേ എന്ന് മഹ്ശറിൽ വെച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരാതി പറയുമ്പോ ആ വിരൽ ചൂണ്ടുന്ന സന്ദർഭത്തിൽ അപ്പുറത്താണ് നമ്മൾ നിൽക്കേണ്ടത്, അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടുവരെ തിരിയാത്തോടത്താണ് നിൽക്കേണ്ടത്. എവിടെ നമ്മൾ നിൽക്കേണ്ടത്? അല്ലാഹു തആല എവിടെ നിൽക്കാനാണ് നമുക്ക് തൗഫീഖ് തരുന്നത്? നമ്മളൊന്ന് പറഞ്ഞോളി, എവിടെ നിൽക്കാനാ? റസൂലുള്ളാഹി വിരൽ ചൂണ്ടിനോടത്താണ് നിൽക്കേണ്ടല്ല, ചൂണ്ടാതെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നിൽക്കാനാണോ? നബിന്റെ കൂടെ നിൽക്കണ്ടേ? പരാതിക്കാരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടുന്നിടത്തല്ല നമ്മൾ വേണ്ടത്, മറിച്ച് റസൂലിന്റെ കൂടെ നിൽക്കേണ്ടത്, അല്ലേ? അതുകൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞു, മൻ ഖറാ അവ്വലുൽ ഖുർആനു ഫലം യഗ്ഫിർ മാനി ഫഖദ് ഹജർതഹു ഹയ്യാ. ഒരാൾ ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷേ അതിന്റെ ഒരു അർത്ഥം പോലും പഠിക്കാൻ ശ്രമിക്കുന്നില്ല. ഓൻക്കെതിരെ റസൂൽ എന്ത് ചെയ്യും? പരാതി പറയുന്നതാണ് പരലോകത്തിൽ. ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷെ അർത്ഥം അറിയില്ല. രണ്ട് മൻ ഖറഅൽ ഖുർആൻ, ഒരാൾ ഖുർആൻ ഓതുന്നുണ്ട്, അവനെ ഹർഫമാനി അതിന്റെ അർത്ഥമൊക്കെ അറിയാം, വലം യഅമൽ ബിഹി, പക്ഷേ അതിന്റെ അമലില്ല. ഖുർആനൊക്കെ ഉസാറായിട്ട് ഓതുന്നതിന്റെ അർത്ഥവും ക്ലാസ് എടുക്കും, എന്റെ ജീവിതത്തിൽ അമലില്ലെങ്കിൽ നാളെ ഞാന് മലദ്വാരത്തിലൂടെ കുടൽമാല പുറത്ത് ചാടിയിട്ട് ആസുകല്ലും അങ്ങനെ ചുറ്റും മൗലവിയല്ല അവിടെ ക്ലാസ് എടുത്തി തസ്കിയത്ത് ചിന്തകൾ നിങ്ങൾ ഇവിടെ എത്തിയെന്ന് ചോദിച്ചു. അള്ളാഹ് കാക്കട്ടെ. ഖുതബാകളെ കുറിച്ചും ഉലമാക്കളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് പറയുന്നത് അവനവരെ ചെയ്യുന്നതിൽ പരമാവധി എല്ലാം ഉണ്ടായിക്കോണമെന്നില്ല. ഒരേമ ഉണ്ടാവും, നിങ്ങൾക്ക് നമുക്കൊക്കെ ഉണ്ടാവും. 100 ആരും ഉണ്ടായിക്കോണമെന്നില്ല. അങ്ങനെ ആയ നമ്മുടെ സ്വഹാബിയത്തായില്ലേ, അല്ലേ? അപ്പൊ പരിശ്രമിക്കാം. ചിലപ്പോ നമുക്ക് 100-ൽ 10 പറ്റുള്ളൂ, 100-ൽ 20 പറ്റുള്ളൂ, 100-ൽ 30 പറ്റുള്ളൂ. കയ്യിൽ വത്തഖുല്ലാഹ
അത് സാധിക്കുന്നത്ര നമ്മൾ സൂക്ഷിക്കുക. അപ്പോ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയുന്നത് അർത്ഥം അറിയും, പക്ഷേ ഖുർആൻ ഓതും, അമലില്ല. മറ്റൊരാരാ? ഖുർആൻ ഓതും, അർത്ഥം അറിയില്ല. മൂന്നാമത്തെ വിഭാഗമാരാണ് മൻ ഖറഅ ഖുർആൻ ഹർബിന് അല്ല. നാലാമത്തെ വിഭാഗമാരാണ് ഖുർആൻ ഓതും എന്നിട്ട് ദുർവ്യാഖ്യാനം നിൽക്കും. മൻ ഫസൽ ഖുർആന ബിറയിഹി ഫല്യതബവ്വഅ മഖഅദഹു മിനന്നാർ. ഖുർആൻ ഓതി സ്വന്തം ഇച്ഛപ്രകാരം വ്യാഖ്യാനം പറയുന്നവൻ നരകത്തിൽ ഒരു സീറ്റ് റിസർവേഷൻ ചെയ്തു കൊള്ളട്ടെ. അഞ്ചാമത്തെ വിഭാഗമാരാണ് ആ ഖുർആനിന്റെ ആത്മീയ മണ്ഡലങ്ങളെ നിഷേധിച്ചവനാണ്. എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുക, പ്രാർത്ഥിക്കുക, തടവുക, രോഗശമനത്തിന് വേണ്ടിയിട്ട് ആയത്തുൽ കുർസിയും ഫലക്കുൻ നാസും അഹ്ലാദൊക്കെ ഊതി തടവുക, ഇതൊക്കെ ഖുറാഫാത്താണ് എന്ന് പറയാൻ പാടില്ല, നിഷേധിക്കുക. എന്നാലോ ഈ ഖുറാഫാത്താന്ന് പറഞ്ഞ് നിഷേധിക്കണോണ്ട് അപ്പം പോകണ്ട. എന്നാ ഇതെല്ലാം കൂടി പൊരുത്തം പെട്ട് റുക്കിയ ശറിയ എന്ന ഓമനപ്പേരിട്ട് അവസാനം ഇസ്മിന്റെ പണിക്കാരെ നടത്തുന്ന ചികിത്സാ രീതിയിലേക്ക് പൊരുത്തം പെട്ട് പോകുന്ന ആൾക്കാരായി മാറാനും പാടില്ല. അങ്ങനത്തെ അവസ്ഥ നമുക്കിടയിൽ സംഭവിച്ചു പോയി. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, എനിക്കും അള്ളാഹു തആല നല്ലോണം കൊടുത്തിട്ട്. കാരണം അതിന്റെ ഒരു അപ്പോസ്തലനായി ജീവിച്ച ആളാണ് ഞാൻ. ആ വ്യതിയാനങ്ങളും അത്തരത്തിലുള്ള എല്ലാ പോരായ്മകളും അൽഹംദുലില്ലാഹ് മനസ്സിലാക്കി മാതൃപ്രസ്ഥാനത്തിലേക്ക് കഴിഞ്ഞ 3 മാസം മുമ്പ് ഞാൻ വീണ്ടും മടങ്ങിയതാണ്. അള്ളാഹു മരണം വരെ നിലനിൽക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ നമ്മൾ ചിന്തിക്കണം. കാരണം എന്താ ഒരു ചെറിയ വ്യതിയാനം ഉണ്ടായ മതി, നാളെ പരലോകത്ത് കഴിഞ്ഞ കഥ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറഞ്ഞത് നമ്മൾ ജീവിതത്തിലുടനീളം പാലിക്കണം. അള്ളാഹുവിന്റെ ഖുർആനുമായി ബന്ധം നമ്മൾ സ്ഥാപിക്കണം. പക്ഷെ നമ്മുടെ നാട്ടില് ജീവിതത്തിന്റെ ഭരണഘടനയായ ഖുർആനെ ജനസമൂഹത്തിന് മുമ്പിൽ ഓതിയാ മതി, അർത്ഥം പഠിക്കണ്ട എന്നായിരുന്നു പണ്ടത്തെ കാലത്ത് പറഞ്ഞത്. ആണോ അല്ലേ? നിങ്ങൾക്ക് ഓർമ്മ? പഴയ കാരണന്മാരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കി, പ്രായമുള്ള ഉമ്മാരോടൊക്കെ ചോദിച്ചു നോക്കി, കുട്ടികളെ ഓര് പറഞ്ഞുതരും. എന്താ നമ്മുടെ നാട്ടിൽ പറഞ്ഞിരുന്നത്? ഖുർആനിൽ നിന്നും ഒരായത്തിന്റെയും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല. എന്നെ പോലെ തന്നെ നല്ല തുപ്പിൻ താഴേക്ക് വെച്ച വയല് പറഞ്ഞിരുന്ന ആൾക്കാരാണ്. എന്ത്? ഖുർആൻ ഒരു ആയത്തിന്റെ അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമല്ല. പിന്നെ പറയണത് ഓതൽ നിർബന്ധമില്ല. ഓതൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ്. അത് തന്നെ പ്രത്യേകം സുന്നത്തുമില്ല. ഇങ്ങനത്തെ ഫത്വ കൊടുത്താൽ പിന്നെ ഖുർആനുമെന്ന് ആൾക്കാർ വിടും. പിന്നെ പറഞ്ഞു കൊടുത്ത് ഖുർആൻ മുസ്ലിങ്ങൾക്ക് കൊടുത്ത പോലെ കണ്ണു പൊട്ടി പോകുന്നത്. ഒന്നില്ലാതെ ഖുർആൻ തൊടാൻ പാടില്ല എന്നും പറഞ്ഞു. ഇതിന്റെ അർത്ഥം ഖുർആൻ ഒന്നില്ലാതെ ഇഷ്ടംപോലെ കണ്ണണ്ടനും അടകോടനും അവിടെ ഇവിടെയൊക്കെ കഞ്ചിട്ട് മാന്തി ഒക്കെ ആയിട്ട് നമ്മൾ ശുദ്ധിയാക്കാതെ തൊടാനാണോ? അല്ല. ആർത്തവകാരിക്കും പ്രസവരക്തം നിൽക്കാത്തവർക്കും ജനാപത്തുകാരനും ഒക്കെ ഖുർആൻ തൊടാനാണോ? അല്ല. പക്ഷെ ഖുർആൻ ഉപയോഗിക്കണമെങ്കിൽ, പരിഭാഷ വായിക്കണമെങ്കിൽ, ഖുർആൻ അർത്ഥം പഠിക്കണമെങ്കിൽ ഒന്നും വേണം. ഇതൊന്നും അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ പഠിപ്പിച്ച നിയമമല്ല. അപ്പൊ ഒരു കാലത്ത് ഖുർആനിൽ നിന്നും ആളുകൾ എന്ത് ചെയ്തു? അകറ്റി. അപ്പൊ പിന്നെ ആൾക്കാർ ഖുർആൻ എന്ത് ചെയ്തു? ഒരു സഞ്ചിയിലാണ് കയറ്റി 3-4 മൂക്കയറൊക്കെ ഇട്ട് കെട്ടിയാണ്ട് തട്ടുമ്പുറത്ത് വെച്ചാൽ വല്ല സാധനം എടുക്കുമ്പോൾ കൈ തട്ടിയാൽ വെച്ചിട്ട് അട്ടത്ത് വെച്ച്. ഈ തട്ടുമ്പോൾ തട്ടും നമ്മളെ വ്യത്യാസവും നമ്മളെ കുട്ടികൾക്ക് അറിയില്ല. ആരോട് തിരിച്ചുണ്ട് മൂപ്പർക്കറിയാം. തട്ടുമ്പോൾ എന്ന് പറഞ്ഞാല് നമ്മളെ പെരയിൽ സാധാരണ പ്ലേറ്റും ഗ്ലാസ്സൊക്കെ വെക്കണേ നമ്മുടെ അവിടെ അട്ടം തന്നെ അങ്ങനല്ല, അത് അതിന്റെ അപ്പുറത്താണ്. അത് കൈയിട്ട് സ്റ്റൂൾ വെച്ച് കയറി എടുക്കണം അല്ലേ? അതുകൊണ്ട് കൗമെന്ത് ചെയ്താൽ ഞങ്ങള് ഖുർആൻ ഒന്നില്ലാതെ തൊടാൻ പാടില്ല. അതുകൊണ്ട് സഞ്ചൊക്കെ ഉണ്ടാക്കി കെട്ടിയിട്ട് അട്ടത്തണ്ട് വെച്ച് സാധാരണ കയ്യിൽ തട്ടു. പിന്നെ ആൾക്കാർക്ക് ആകെ ഉള്ളത് എന്താ? ഒരു മൊയ്തീമാല, പിന്നെ മൗലിദ്, പിന്നെ മാസത്തിൽ ഒരു കുത്തുബിയത്ത് അല്ലേ? നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ, കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ, ഒടുക്കുന്ന വായും ഒക്കെയും കാക്കുന്നതാ, കണ്ണേറ് ഹസദും കാക്കുവാൻ ഉതകുന്നതാ. പണ്ടത്തെ ആൾക്കാർ പാടി കൊടുത്താൽ ഖുർആന്റെ അർത്ഥങ്ങൾ പഠിക്കണം. പിന്നെന്താ? റസൂലുള്ളാഹിന്റെ പേരിലെ മൗലിദുകൾ ചൊല്ലിക്കോടി, മഹാന്മാരുടെ പേരിലെ മാലകൾ ചൊല്ലിക്കോടി. മാലയും മൗലിദും ചൊല്ലുക. ആരാ ഈ മാലി മൗലി? നമ്മൾ നെക്ലേസ് മാലല്ല, നെക്ലേസ് മാല, കൗത്തുകളുടെ മാലല്ലേ ഈ പറയണത്. വഹീദീൻ മാല, റിഫായി മാല അല്ലേ, ബദർ മാല, മഞ്ഞക്കുളം മാല. മഞ്ഞക്കുളം മാല എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റ കുളാക്കള മാലയാണ്. എന്താ? മഞ്ഞക്കുളം ഷെയ്ഖ്, പാലക്കാട് ഉള്ള ഷെയ്ഖാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു മാല ഉണ്ട്, അതാണ് മഞ്ഞക്കുളം മാല. അതിൽ നിങ്ങൾ വായിച്ചാൽ അറിയുന്നത് ഭയങ്കര രസമാണ്. പെണ്ണായി തീർന്നുള്ള കുട്ടിയെ ആണാക്കി
ഫൂതി ഫോൽ നൽകിയ പൂർണ്ണ ഫോലിവാണോർ. അങ്ങനെ ഫൂ ഫൂ എന്നൊക്കെ പറഞ്ഞ കൊഞ്ഞപ്പടം മതിയാച്ചെന്താ മാല പാടുമ്പോ അതിന്റെ അറുഫും സർഫൊക്കെ അങ്ങനെ തന്നെ ആകണം. കുറെ നേരം ആയത് തെറ്റിയാ ചിലപ്പോ പണ്ഡിതന്മാർക്ക് തിരിയില്ല. മാല പറഞ്ഞ് തെറ്റിയാ ഭാവി തെറ്റിച്ചോതി ഈ പാടി എത്തി. അതുകൊണ്ട് ഞാനത് അങ്ങനെ തന്നെ പഠിക്കല്. ഞാൻ മോലിയെടുത്തല്ലോ, ഞാൻ പാരമ്പര്യം മനസ്സിലാക്കുന്നത്. നീ അന്നലെ വന്ന മോലിയാണെന്ന് വിചാരിച്ചാൽ നിൽക്കണ്ട. അപ്പൊ എന്താണ്? പെണ്ണായി പിറന്നുള്ള കുട്ടിയെ ആണാക്കി ഫൂതി ഫോൽ നൽകിയ പൂർണ്ണ ഫലിഫാണോ. മഞ്ഞക്കുള ഷെയ്ഖിന്റെ അടുത്തേക്ക് ചെന്ന് മുരീത് ഷെയ്ഖേ പമ്പർന്നോള് പെറ്റുകളി, ഞാൻ ആ കുട്ടിയാന്നാ വിചാരിച്ചത്. പക്ഷെ പ്രസവിച്ചപ്പോ മൂന്നാമതും പെൺകുട്ടിയായി പോയി. ആണായി. അത്ര എളുപ്പം. പ്ലാസ്റ്റിക് സർജറി ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നിപ്പോ കപ്പിൾസ് ഒക്കെ ജനറാലിറ്റി ഒക്കെ കണ്ടില്ല നിങ്ങള്, പല പണിയും ചെയ്യുന്നുണ്ട്. അന്നിപ്പോ അതൊന്നും ഇല്ലല്ലോ. പരിശത്തെ നേർച്ചക്ക് തണ്ണീർ വീലക്കിയ പയന്റെ വീടിനെ തീയാലേരിത്തോവറ്. മഞ്ഞക്കുളം ചെയ്യുന്ന പേരിലൊരു റൂൾസ് ഉണ്ടെങ്കിൽ അപ്പോ അവിടെ ചെന്നപ്പോ അന്നൊരു ഈ ഖുറാഫാത്തൊക്കെ കുറെ കേട്ട് ഇതൊന്ന് തെറ്റാണ്, നിങ്ങൾ പറയണമെന്നല്ല ശരി, ഖുറാൻ ആയത്തും ഹദീസുകളും പഠിപ്പിക്കണ ഓര് പറഞ്ഞ വയലൊക്കെ ഞാൻ കുറെ കേട്ടപ്പോ എനിക്ക് മനസ്സിലാക്കണ് അങ്ങനത്തെ ഒരു വ്യാജ കറാമത്തും തട്ടിപ്പൊക്കെയാണത്. അന്ന് ഒറിജിനൽ അല്ല, ഇവിടെ വെള്ളം എടുക്കാൻ പറ്റൂല തീർച്ചയൊക്കെ. അപ്പൊ പഹയന്റെ വീടിനെ തീ കൊണ്ടാണ് എരിച്ച് കത്തിച്ച്. ഇത് കറാമത്താണോ ഗുണ്ടായിസാണോ എന്ന് പറഞ്ഞത്? ഇത് കറാമത്തിന് അതിന് പറയാതെ ഗുണ്ടായിസെന്നോ? തരുളരിലേശം കാവിന്ദ മൗലവിന്റെ തെറിയാൽ പറ്റൂടൽ മൗത്താൽ തീഫിൽ തായും തയ്യാറും കുട്ടിയും വേണം ഹായാത്തെന്ന് ചൊല്ലവേ രണ്ടിനെയും ജീവനീടി തോവറ്. അത് മാത്രം പാടിയാൽ പോയാ പിന്നെ എന്റെ വേക്കിൽ വരാൻ അർത്ഥം പറഞ്ഞേ ഒന്നും മനസ്സിലായിട്ടില്ല. എന്താ മനസ്സിലായോ? ഇല്ല. ഇത് തമിഴ്, ഉറുദും കന്നഡയും മലയാളം കൂടി കൂട്ടിയ രാഹുൽ കഴിഞ്ഞത് ഓരോരുത്തർക്ക് തോന്നിയമായി എഴുതി വിടുകയാണ്. എന്താണ്? തരുടലിൽ ലേശം കവിന്ദ മൗലവിന്റെ നേർച്ച ഉറൂസുകളൊക്കെ ശിർക്ക് വിദ്യാർത്ഥികളാണ്. അതൊന്നും റസൂല പഠിപ്പിച്ചില്ല, ഷാഫി മത പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ മൗലവിന്റെ ഭാര്യ പ്രസവിച്ചപ്പോ തായാരും കുട്ടിയും എന്ത് ചെയ്തു? ഔലിയ കറാമത്തോടാണ് കൊന്നു. അപ്പൊ പിന്നെ അയാൾക്ക് മനസ്സിലായി ഔലിയ വല്ലാത്ത കറാമത്തുള്ള, ഞാൻ അതൊക്കെ കുറ്റം പറഞ്ഞല്ലോ. അങ്ങനെ മൗലവി അയാൾക്ക് ചെന്നിട്ട് പറഞ്ഞത് അയാരും കുട്ടിയും വേണം ഹായാത്തന്ന്. ശരിഹേ നിങ്ങളെ കറാമത്തേക്ക് പോതിയ ഞങ്ങൾ കുറെ കുറ്റം പറഞ്ഞാണ് നീ. ഇപ്പൊ നിങ്ങളെ കറാമത്ത് കൂടെ എന്റെ പെണ്ണുങ്ങളെയും കുട്ടി നിങ്ങൾ കൊന്ന് എനിക്ക് രണ്ടും തിരിച്ചു പോകണം. ചൊല്ലേവേ രണ്ടിനെയും ജീവൻ ഇടീത്തോവാ. രണ്ടാക്കും ജീവൻ പോയിക്കോ. വളരെ സിമ്പിളാണ്. വിമാനം കുറിച്ച് നിർത്തുക അല്ലേ? ഗൾഫിലൊക്കെ മനുഷ്യന് സി എമ്മിനെ വിളിച്ചു തരും, അപ്പൊ തന്നെ സി എം എത്തി. ഈ ഡിങ്കൻ കഥ, മൗലിദ്, മായാവി കഥകളൊക്കെ പൂമ്പാച്ചിലൊക്കെ പാലമീനൊക്കെ കാണുന്ന കഥ അങ്ങനെ പഠിപ്പിക്കുകയാണ്. അഹ്ലു സുന്ന വൽ ജമാഅ കറാമത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, മുഅ്ജിസത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സംശയമില്ല. ഓരോന്നും നമ്മൾ കളിയാക്കാനും പാടില്ല, വിമർശിക്കാനും പാടില്ല, അതിന് നിഷേധിക്കാനും പാടില്ല. പക്ഷേ ഇത് കച്ചവടമല്ല. അങ്ങാടിക്കാരൻ ഒരു വൈദ്യൻ അങ്ങാടിയിൽ വന്ന് കുറെ മരുന്നുകൾ ഒലക്കയിലിട്ട് ഇടിച്ച് മൈക്ക് വെച്ച് ഇതുപോലെ തന്നെ ഇവിടെ പ്രസംഗിച്ചിട്ട് കുപ്പിയിലാക്കിയിട്ട് വിൽക്കണ പോലെ അങ്ങനെ കന്നാസിലും അതേപോലെ തന്നെ ഈ രൂപത്തിലും കച്ചവടം ചെയ്യാനുള്ള ഒരു കൈവല്ല കറാമത്ത്. അത് അല്ലാഹു തആല അവന്റെ ഇഷ്ടദാസന്മാരിലൂടെ വെളിപ്പെടുത്തും. അതിനെന്ത് വേണം? കൃത്യമായ അല്ലാഹുവിൽ വിശ്വാസം വേണം. രഹസ്യമായും പരസ്യമായും അല്ലാഹുവിനെ ഭയപ്പെടണം. ഒരു ഹർഫ് ഹറാം ചെയ്യാൻ പാടില്ല. ഇബാദത്തിൽ കൃത്യമാക്കണം അല്ലേ? ഇതൊക്കെ വേണ്ടേ? ഇതൊന്നും ഇല്ലാത്ത പുകയില തിന്ന് സിഗരറ്റും വലിച്ച് സ്വർണ്ണനാണയം ഉപയോഗിച്ച് ക്ലീൻ ഷേവ് ആക്കി സിഗരറ്റും വലിച്ച് അങ്ങനെ നടക്കണ മനുഷ്യന്മാരെ പറ്റി മുദബ്ബിറുൽ ആലം 16 ലോകങ്ങൾ നിയന്ത്രിക്കുന്ന ആളാണ്. 16 ലോകേ. എന്നിട്ടിപ്പോ അവിടുത്തെ ഭണ്ഡാരപ്പെട്ടി CM മർക്കസ് നിന്ന് അവിടുത്തെ ആ കുറ്റിന്ന് ഭണ്ഡാരപ്പെട്ടിന്ന് 45,000 രൂപ അവിടുത്തെ ഒരു മൊരീന്ന് കട്ടുണ്ടേ. അവസാനം അറിയാൻ CCTV ഒക്കെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ മഞ്ഞക്കുളം ഷെയ്ഖിന്റെ ഭണ്ഡാര കുറ്റിന്ന് 75,000 രൂപ പോയി. മഞ്ഞക്കുളം ഷെയ്ഖിന്റെ മക്കാമിൽ 75,000 മോഷണം പോലീസ് നായ മണം ഉപയോഗിച്ച് കുറ്റവാളിയെ പിടിച്ചെത്തി. അപ്പൊ മഞ്ഞക്കുളം ഷെയ്ഖിനെക്കാളും കറാമത്ത് നായിക്ക ആണോ? എന്താ ഈ പറയുന്നത്? അക്കല് വേണോ? ഖുർആനിൽ ആൾക്കാരുടെ അകറ്റി തട്ടുമ്പത്താണ് കയറ്റിച്ച് മാലി മൗലിദിന് കൊടുത്തു അല്ലേ? എന്നിട്ട് എന്താണ് ഈ മൗലിദിലൂടെ മാലിയിലൂടെ എന്താ പറയുക? സഹോദരങ്ങൾ ഇത് എന്തുണ്ടായതാണ്? മൗലിദി എന്നൊക്കെ പറഞ്ഞ എന്താ വിചാരിച്ച? റസൂലുള്ളാഹിന്റെ മദ്ഹ് സ്വഹാബത്ത് പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് അഭിപ്രായമില്ല. പാടിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇത്ര നേരം ഹദീസ് ആയത്ത് ഓതിയൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സാദയുടെ മദ്ഹ് തന്നെയല്ലേ? ഖുർആന്റെ മഹത്വല്ലേ ഈ പറഞ്ഞത് അല്ലേ? അമ്പിയാക്കളുടെ മഹത്വം ഖുർആനിൽ ഉണ്ട്. പക്ഷെ അത് ഗദ്യമായോ പദ്യമായോ ഗദ്യപദ്യ സമ്മിശ്രമായോ മഹാന്മാരുടെ മദ്ഹ് പറയാണ് മൗലിദ് എന്ന്
ആയത്തുമല്ല ഹദീസുമല്ല, ഓരുണ്ടാക്കിയ ഒരു ഡെഫിനേഷനാണ്. കേട്ടാ തോന്നുന്നു ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി അങ്ങനെ മരിക്കാൻ നേരത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വസിയത്തായിട്ട് കൊടുത്തു. സിദ്ദീഖ് എന്നവർ അതിങ്ങനെ 2.5 കൊല്ലം കഴിഞ്ഞ് മരണപ്പെടാൻ നേരത്ത് ഉമർ ഖത്താബ് തങ്ങൾക്ക് കൊടുത്ത്, ഉമർ ഖത്താബ് തങ്ങൾ 10.5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊടുത്ത്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു 13 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അലിയാർ തങ്ങൾക്ക് കൊടുത്ത്, അലിയാർ തങ്ങൾ 5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അത് അടുത്ത ആൾക്ക് കൊടുത്ത് മാലിക് ദീനാർ കൂട്ടർ തൊക്കിലച്ച് വന്നപ്പോ കൊടുങ്ങല്ലൂർ വന്നപ്പോ കൊണ്ടുവന്ന മുതലാന്ന് ആൾക്കറിയാം. ആണോ? അല്ല. ഇത് റസൂലിന്റെ സ്വഹാബത്തിനോ താബികൾക്കോ തബഅ താബികൾക്കോ എന്തിനേറെ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കോ പരിചയമില്ല. അത് ഞാൻ എന്റെ തൊള്ളോണ്ട് പറഞ്ഞ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂല. പള്ളി ദർസിൽ ഓതുന്ന ഇആനത്തു ത്വാലിബീൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, സയ്യിദ് ബക്കരിയുടെ ഇആനത്തു ത്വാലിബീൻ. ആ ഗ്രന്ഥത്തിൽ വ്യക്തമായിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? കാല സഖാവി, സഖാവി എന്ന ഹോജ പറയുന്നു. ഷാഫി മദ്ഹബാണ് സഖാവി ഇമാം. കാല സഖാവി, സഖാവി പറയുന്നു, ഇന്ന അമലൽ മൗലിദി, തീർച്ചയായും ഈ മൗലിദ് എന്ന് പറയുന്ന സമ്പ്രദായം ഹദസ, ഒരു മാതൃകയുമില്ലാതെ ദീനിൽ മുളച്ചു വന്നതാണ്. ഈ കൂണ് മുളച്ചു വന്നിട്ടുണ്ടെങ്കിൽ കൂണ് അവിടെ ഉണ്ടോന്ന് അറിയാം. മഴക്കാലം വന്ന കാണാൻ മൂപ്പരെ ഇങ്ങനെ പൊന്തിരും, ഒരു തട്ടിട്ട് കൂട്ടും ചെയ്യും. അങ്ങനെ റസൂലോ സഹാബത്തോ ഹദസ മുളച്ചു പൊന്തിയതാണ്. മിൻ ബഅദി ഖുറൂനി സലാസ, ഉത്തമൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 3 നൂറ്റാണ്ടുകാരുടെ കാലത്തിന് ശേഷം. അപ്പൊ 3 നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ പോലത്തെ അലവലാതെ ജീവിച്ച നൂറ്റാണ്ടല്ല കേട്ടോ കൂട്ടരെ. ആരാണ്? ഖൈറുന്നാസി ഖർനി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സമൂഹത്തിലെ ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്നോടൊപ്പം ജീവിച്ച സ്വഹാബത്ത്, സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനടുത്ത നൂറ്റാണ്ട് സ്വഹാബത്തിന്റെ കാലശേഷമുള്ള താബിഈങ്ങൾ, സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനടുത്ത നൂറ്റാണ്ട് തബഅ താബിഈങ്ങൾ. 3 നൂറ്റാണ്ട്. ഇനി അതും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി ഞാൻ ഓഫർ ചെയ്താണ്. 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഇദ്രീസ് ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഷൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി, 40 അജ്മഈൻ, 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ. ഇവരെ കാലഘട്ടം കഴിഞ്ഞിട്ടാണ് ഈ മൗലിദ് എന്ന് പറയുന്ന സമ്പ്രദായം, അതായിട്ട് ബന്ധപ്പെട്ട പാട്ടും പരിപാടി ആഘോഷം ഒക്കെ വന്നത്. അത് ഗംഭീരമാക്കിയത് മുദഫർ രാജാവ് എന്ന് പറയുന്ന ആളെ കാലത്താണ്. മുദഫർ രാജാവ് ആരാ? മുദഫർ രാജാവ് ഈജിപ്ത് ആ കാലത്ത് ഭരിച്ചിരുന്ന ഒരു സൂഫികൾ എന്ന് പറഞ്ഞാൽ ഷിയാക്കളുമായി ബന്ധപ്പെട്ട്. ഷിയാക്കൾ ആരപ്പങ്ങൾ സോഷ്യൽ മീഡിയ കാണില്ലേ? ഇറാനും അമേരിക്കയും തമ്മിൽ കൊമ്പ് കൊടുക്കുന്ന ഈ വിഷയം. ആരാണ്? തൊപ്പിയും താടി നല്ല ജുബ്ബയൊക്കെ ഉണ്ടാവും, പക്ഷെ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്നും പൂർണ്ണമായും പുറത്തുപോയ മുർത്തദ്ദുകളും കാഫറുകളും എന്ന് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉലമാക്കളായ ഇമാമികളെ കാലഘട്ടം മുതൽ ഫത്വ കൊടുത്ത വിഭാഗമാണ് ഷിയാക്കൾ. ഷിയാത്ത് അലി എന്നും പറഞ്ഞിട്ട്, അലിയുള്ളാഹിന്റെ പക്ഷക്കാരെന്ന് പറഞ്ഞ് അന്ന് തുടങ്ങിയിട്ട് ഇനിൽ ഹുക്കും ഇല്ലാനില്ല എന്നും പറഞ്ഞ് ഖുർആന് വാളുമ്പ കുത്തിയിട്ട് പൊന്തി പുറന്ന ആൾക്കാരാണ് ഖവാരിജികളും ഷിയാക്കളൊക്കെ. അവർക്ക് ഇസ്ലാമിന് പുറത്തായ ടീമാ. തൊപ്പിയും താടിയും ഹാഫ്ലിങ്ങളും ഓത്തും പരിപാടിയും ഒക്കെ ഉണ്ടാവും, പക്ഷെ ഇസ്ലാമിക പുറത്തുനിന്ന് പുറത്താണ്. ഓരോട് സാമ്യമുള്ള, അവരോട് അഭികാമ്യമുള്ള സൂഫി ഭരണാധികാരിയായ മുദഫർ രാജാവ് ഈജിപ്ത് ഭരിച്ച കാലത്താണ് ഈ നബിദിനാഘോഷം എന്ന പരിപാടികൾ തുടങ്ങിയത്. വെറുതെ പറയല്ല. അൽ മവാഹിബുൽ ജലിയ വേറെ കിതാബ്. ഏതാ കിതാബ്? പള്ളി ദർസില് മുതഅല്ലിമീങ്ങൾ പാടുന്ന ഒരു കിതാബാണ്. മലയാളമാണ്, ഒരു പാട്ട് കിതാബാണ്. അത് കൊല്ലം ജില്ലയിലെ ജോനകപ്പുറം എന്ന് പറയുന്ന പ്രദേശത്തുള്ള ദക്ഷിണ കേരള ജംഇയ്യത്തുൽ വായിൽ എന്നറിയപ്പെടുന്ന തഴവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ. അദ്ദേഹം, ഞാൻ എന്തിനൊക്കെ പറഞ്ഞ നിങ്ങൾ ഇതൊന്നും വെറുതെ തോന്നി പറയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, ആധികാരികമായി സംസാരിക്കാം. കൊല്ലം ജില്ലയിലെ ജോനകപ്പുറത്ത് 20 വർഷം ദർശ നടത്തിയ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയിലെ കാര്യദർശിയാണ് ആര്? തഴവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ അൽ മവാഹിബുൽ ജലിയ എന്ന ബൈത്ത് കിതാബിന്റെ കയ്യിലുണ്ടത്. നല്ല കട്ടിയുള്ള ഒരു കിതാബാണ്. അതിൽ അദ്ദേഹം ഈ വിഷയം പറയുന്നുണ്ട്. എന്താണ്? മലിക്കുൽ മുളഫർ ധീരനായ ഒരു രാജനാം, ഹിർബിൽ ഭരിച്ചവനാണ് വന്ദർമിഷ്ടന, മൗലിദ് കഴിക്കുന്നന്ന് 6000 പൊരിക്കുന്നതാണ് കോടിയും 10,000. ഉലമാക്കൾ അനവധി ഹാജറുണ്ടതിലൊന്ന്, കൂടാതെ സൂഫികൾ ചേരുമേ അതിൽ വന്ന്. ചുരുക്കി പറഞ്ഞാൽ
3 ലക്ഷം പൊന്ന പ്രതിവർഷവും മൗലീദ് കഴിക്കാനെന്ന 3 ലക്ഷം പൊന്നാണയങ്ങൾ ചെലവഴിച്ച് ആട് 5000 കോഴി 10000 എന്നൊക്കെയാണ് നമ്മൾ ആൾക്കാർ പറയല്. സത്യത്തില് അട 5000 എന്നാണ്. അട 5000 കോഴി 10000 ആടല്ല, ആടയാണ്. ചില ആൾക്കാർ മനസ്സിലാക്കിയത് ആടാന്നാണ്. അങ്ങനെ ബാക്കി തെറ്റിപ്പാടുകളൊക്കെ ഉണ്ട്, തിരുത്തണം. നമ്മൾ തിരുത്തണം. ആടയാണ് ഇട്ട്, ആടല്ല. കോഴി 10000 അട 5000 1000 കോഴിക്ക് അരക്കാടാന്നാണ് കേട്ടില്ലെങ്കിൽ കേട്ടുക. 1000 കോഴിക്ക് അരക്കാട. അങ്ങനെ കാടർച്ചി മാത്രം തിന്ന് കോഴി ഒഴിവാക്കുന്ന മനുഷ്യന്മാരുണ്ട്. കായാണ് പോയി കിട്ടുമോ? രണ്ടും കാലി തീറ്റണ്ടാണ് ഉണ്ടാക്കുക. ഒരു ഫലം ഉണ്ടാവില്ല. പിന്നെ കുറച്ചൊക്കെ വെച്ചുണ്ടാവും എന്നല്ലാതെ, തിന്നാൻ കുറച്ച് രസം ഉണ്ടാവും എന്നല്ലാതെ. ഇതൊരു പണ്ടാരി കയ്യാലിനോട് പറഞ്ഞതാണ്. 1000 കോഴിക്ക് അരക്കടാന്ന് പറഞ്ഞാണ് മസാല. 1000 കോഴിക്ക് അരക്കടാൻ മസാല. പിന്നെന്തായി? 1000 കോഴിക്ക് അരക്കാടയായി. അങ്ങനെ ഇപ്പൊ കാടർച്ചിക്ക് ഫേമസായി. അങ്ങനെ തന്നെയാണ് ഓരോരുത്തരും ഓരോ സംഗതിക്ക് മാർക്കറ്റിംഗ് ഉണ്ടാക്കലാണ്. പണ്ടൊരു മത്തി കച്ചവടക്കാരന് അങ്ങാടിയിൽ മത്തി കൊണ്ടു നിരത്തി. അപ്പുറത്ത് ചെമ്മീനും ആ പോലെ ആയിക്കോറിയൊക്കെ ആൾക്കാരൊക്കെ വാങ്ങിപ്പോ പിന്നെ മത്തി അങ്ങനെ ഈച്ചറക്കുക. അപ്പൊ ഇവന് തോന്നി ഇത് ചെലവാകണമെങ്കിൽ എന്തെങ്കിലും ഒരു ഇക്കുമത്തിൽ പറഞ്ഞു ചോദിക്കണം. അപ്പൊ പറഞ്ഞു മന്നക്കല മത്തി മത്തി നിന്നോ എന്റെ ഉമ്മത്തിൽപ്പെട്ടവനാ നബി തങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ തന്നെ കാര്യം. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഈ പരിപാടിയൊക്കെ തുടങ്ങുന്നത്. കറാമത്ത് യാറങ്ങളുടെ പേരിലെ കഥകളൊക്കെ അങ്ങനെ തുടങ്ങാനാണ്. ഓരോരുത്തരാണ് കാച്ചി വിടും അല്ലേ? ഓരോരുത്തർ കാച്ചു. പണ്ടത്തെ കാലത്തുണ്ടായിരുന്നു ഒരു കുട്ടി പ്രസവിച്ചു, കുട്ടിന്റെ തലയിൽ ഒറ്റ മുടിയില്ല, കുട്ടി സംസാരിച്ചു, എന്റെ കൂടെ മുടി മുസായിഫിലുണ്ട്. ഐ പാത്തും എതിർട്ടി ആമനക്കുട്ടിയും തേരി തന്നെ മുസായിഫിൽ. ഏതെങ്കിലൊക്കെ ഓതുമ്പോ ഇത് പ്രിന്റ് ചെയ്യുമ്പോഴോ കെട്ടി തൂക്കുമ്പോഴോ ഒരുത്തന്റെ താടി മുടി വീണിട്ടുണ്ടാവും. കിട്ടിയാൽ അവനെന്റെ മുടി. ഇങ്ങനെ ഓരോരുത്തർ. അറക്കൽ രാജ ആന തുപ്പി എന്ന മാതിരി. അറക്കൽ രാജകുടുംബം എന്ന് പറഞ്ഞാൽ കണ്ണൂരാണ്. അറക്കൽ രാജാവ് ആന തുപ്പി. എന്തുവല്ലാത്ത തൊള്ളയിക്കാരെ പോലും. ആനൊക്കെ തുപ്പണമെങ്കിൽ അലാക്കിന്റെ തൊള്ള കണ്ടേ. കാസർഗോഡ് നിന്ന് കേട്ടതാ, തിരുവനന്തപുരത്ത് കേട്ടതാ. ഒരുത്തർ ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ അന്വേഷിച്ചു പോകുന്നു. മൂപ്പര് ഏകദേശം ഇവിടെ എറണാകുളത്തൊക്കെ എത്തിയപ്പോ പറഞ്ഞു അതൊരു കറുത്ത പോത്താണ്, ആനൊന്നല്ല. അപ്പൊ ആന പോത്തായി. അവിടുന്ന് പിന്നെ എറണാകുളം കഴിഞ്ഞ് മൂപ്പര് ഇങ്ങനെ തൃശ്ശൂർ എത്തിയപ്പോ പറഞ്ഞു അതൊരു കറുത്ത ആടാണ്, അല്ല കറുത്ത പട്ടിയാണ്, പോത്തുന്നല്ല. എന്നാൽ അവിടൊക്കെ പോത്താന്നാട്ട സംസാരം. അങ്ങനെ അവിടുന്ന് നേരെ മൂപ്പര് കോഴിക്കോട് എത്തിയപ്പോ പറഞ്ഞു അതൊരു കറുത്ത പൂച്ചയാണ്. എന്നാ അവിടൊക്കെ പട്ടിയാണ് സംസാരം, കറുത്ത പട്ടിയാന്നാണ് സംസാരം. ഇവിടെ പൂച്ചയല്ലേ, പൂച്ചയാണ്. കോഴിക്കോട് കഴിഞ്ഞ് അങ്ങനെ തലശ്ശേരി മാഹി അങ്ങനെ കഴിഞ്ഞാണ്ട് അവിടെ എത്തിയപ്പോ പറഞ്ഞു അതൊരു കറുത്ത എലിയാണ്. അവസാനം കണ്ണൂര് അറക്കൽ രാജകുടുംബത്തില് ഊട്ടുപേരയിൽ എത്തിയിട്ട് പണ്ടാരിനോട് ചോദിച്ചാൽ നിങ്ങളൊന്നും പറഞ്ഞതാണ് എന്താ അത് രാജാവ് ചോറുന്നപ്പോ കറുത്തൊരു പച്ച തൊള്ളി നിർത്തിയിട്ടാണ്. അതാണ് തിരുവനന്തപുരത്ത് എത്തിയപ്പോ ആനായി ഇങ്ങനെ തന്നെ കറാമത്തിന്റെ കഥകൾ പ്രചരിപ്പിക്കല്. ഓരോരുത്തർ അടിച്ചെന്ന് വിട്ട് തന്നെ. അപ്പൊ രാജാവ് മുളപ്പൽ രാജാവ് തുടങ്ങിയതാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇത് പാടിയ അതേ തഴാവസ്ഥാനം ആ ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ എന്താ നിങ്ങള് മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലവി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. സീറത്തുൽ ഹൽവിയ എന്ന ഗ്രന്ഥത്തിൽ ഇമാം സഹാബി പറഞ്ഞിട്ടുണ്ട് ഇത് 3 നൂറ്റാണ്ടിന് ശേഷം വന്നതാണ്. അതാണ് ഞാൻ ആദ്യം ഓതിയ ഭാഗത്ത് അല്ലെ. കാല സഹാബി ഇന്ന അമൽ മൗലിദി ഹദസ ബഅദൽ ഖുറൂനി 3. നിങ്ങൾക്ക് മനസ്സിലായോ? എന്റെ മകൻ ഞാൻ ഒന്നും പറഞ്ഞില്ല, ഒക്കെ തെളിവാണ് ഞാൻ ഉദ്ധരിച്ചത്. മുഅ്മിനീങ്ങളെ, അള്ളാന്റെ ഹബീബിനെ നമ്മൾ സ്നേഹിക്കണം, സ്വഹാബത്തിനെ സ്നേഹിക്കണം, ഔലിയാക്കളെ സ്നേഹിക്കണം, ഖുർആനെ നമ്മൾ ഇഷ്ടപ്പെടണം. അതേപോലെ തന്നെ നമ്മൾ അവരെ മതിൽ പറയാനൊന്നും സംശയം ആർക്കില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ സ്വഹാബത്തിനോ താബിഈങ്ങൾക്കോ തബഅ താബിഈങ്ങൾക്കോ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കോ പരിചയമില്ലാത്ത പിൽക്കാലത്ത് കെട്ടിയുണ്ടാക്കിയ ഇത്തരത്തിലുള്ള കഥകളും ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തുകളും ചെയ്താൽ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ വിറകായി മാറും. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് മടങ്ങാണ്. എന്താ ആദ്യം പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത് പരിശുദ്ധ കഅബാലയത്തിനകത്ത് 360 പരം വിഗ്രഹങ്ങൾ, പല മഹാന്മാരുടെ രൂപങ്ങൾ, കബറുകൾ ഒക്കെ
കെട്ടിപ്പൊക്കി അതിനു മുമ്പിൽ നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും ഇസ്തിഗാസകളും ഒക്കെ അർപ്പിച്ചിരുന്ന ഒരു സമുദായമാണ്. അവർക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊള്ളു. ആരാണ് അള്ളാഹു? ഇന്ന് നമ്മുടെ സമുദായത്തിൽ അള്ളാഹിനെ പറ്റി വികലമായ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് പടച്ചോനോട് തേടിയാൽ അത് KSRTC ബസ്സിൽ പോയ മാതിരിയാണ്. അള്ളാഹിന്റെ ഉലിയാക്കളോട് തേടിയാൽ ബെൻസ് കാറിൽ പോയ പോലെയാണ്. രണ്ടും യാത്രയാണ്, രണ്ടും ജായിസാണ്. പക്ഷേ KSRTC തട്ടിമുട്ടി അങ്ങനെയാണ് എത്തി. ബെൻസ് അങ്ങനല്ല, അവിടെ എത്തുന്ന. അപ്പൊ ഏറ്റവും കൂടുതൽ ഫലപ്രദത അള്ളാഹിനോട് തേടലല്ല, മഹാത്മാക്കളോട് തേടലാണ്. എന്നാ ഖുർആൻ പറഞ്ഞതോ വഖാല റബ്ബുക്കും ഉദ്ഉനി. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി കൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്. എന്താ പറയുന്നത്? സൂറത്തുൽ മുഅ്മിൻ 60-ാമത്തെ ആയത്താണ്. അല്ലാഹ് പറയുന്നു, വഖാല റബ്ബുക്കും ഉദ്ഉനി, നിങ്ങളുടെ റബ്ബിതാ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, ഉദ്ഉനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. ഞങ്ങൾക്ക് ഉത്തരം ചെയ്യാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, അല്ലാഹുവോട് മാത്രം ദ്വാരക്കുന്നതിൽ ആരെങ്കിലും കിബർ നടിച്ചാൽ, അള്ളാഹ് മാത്രം എനിക്ക് പോരാ, അള്ളാഹിന്റെ മഹാത്മാക്കളും ഔലിയാക്കളും അമ്പിയാക്കളും ഓരോട് ഞാൻ തേടും, ഓരോട് ഞാൻ സിയാസ ചെയ്യും, ഓർക്കും ഞാൻ നേർച്ച ഒരുപാട് അർപ്പിക്കുമെന്ന് ഒരാൾ പറഞ്ഞാൽ എന്റെ വാക്കല്ല, ഏതെങ്കിലും മൗലവി പറഞ്ഞതല്ല, അള്ളാഹിന്റെ കലാമിൽ പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? സയ്യദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യരായ ഒരു നരകത്തിൽ പോകും. ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന തെറ്റുകളിൽ വെച്ച്, കുറ്റങ്ങളിൽ വെച്ച് ഏറ്റവും കോപമുള്ളൊരു പാപം കള്ളുകുടി, വ്യഭിചാരവും കൊലപാതകവും പിടിച്ചുപറിയും തോന്നിയാസങ്ങളും ഒന്നല്ല. ഒന്നും മോശപ്പെട്ട അല്ല നിലവാരമുള്ള തിന്മകളാണ് വിചാരിക്കണ്ടട്ട. അതൊക്കെ നല്ല കുറ്റം കിട്ടുന്ന, നരകശിക്ഷ കിട്ടുന്ന തിന്മകൾ തന്നെയാണ്. പക്ഷെ അതിന്റെ ഒക്കെ മേലെയാണെന്ത്? അള്ളാഹു തആലക്ക് മാത്രമായി നൽകേണ്ട ആ ഇബാദത്ത്, ആ ദുആകൾ, ആ നേർച്ചകൾ, അത് അള്ളാഹിന്റെ പടപ്പുകൾക്ക് നൽകുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി കൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. 6-ാം അധ്യായം സൂറത്തുൽ മാഇദ 72-ാമത്തെ അധ്യായം. അല്ലാഹ് പറയാ, എന്താ പറയുന്നത്? ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി, തീർച്ചയായും അല്ലാഹുവിൽ ശിർക്ക് വെക്കുന്നവർ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവരുടെ മേൽ അല്ലാഹു സ്വർഗ്ഗം ഹറാമാക്കുന്നതാണ്. വമഅവാഹു നാർ, അവരുടെ സങ്കേതം നരകമാണ്. മാലിൽ ളാലിമീന മിൻ അൻസാർ, അവർക്ക് സഹായിയായി ഒരാളും തന്നെ ഉണ്ടാവുകയില്ല. ഏറ്റവും വലിയ കോപം അതാണ്. സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റില്ല, സ്വർഗത്തിന് പരിമളം കിട്ടൂല, നരകം ശാശ്വതമാവുകയും ചെയ്യും. ഇത് വ്യക്തമായി 39-ാം അധ്യായം സൂറത്ത് സുമർ 65-66 ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് ഉമ്മത്ത് മുസ്ലിമിന് താക്കീത് നൽകിയ കാര്യമാണ്. ഖുർആൻ പഠിക്കരുത്, അത് മനസ്സിലാക്കരുത് ആളുകളോട് പറയാൻ കാണുന്നല്ലോ. ഇത് പഠിച്ചാൽ വ്യക്തമായ ആളുകൾ സത്യം മനസ്സിലാക്കും. അപ്പൊ ഈ പറഞ്ഞ മാലകളും മൗലിദികളും ഹദ്ദാദ് റാത്തിബുകളും, ഈ പറഞ്ഞ രൂപത്തിലുള്ള കഞ്ചുലർസും, ഈ രൂപത്തിലുള്ള എന്താ പറയാ സ്വലാത്തും നാരിയയും, അഗ്ലബു സ്വലാത്തും, താജു സ്വലാത്തും, കമാലിയ സ്വലാത്തും, സ്വലാത്തുൽ ഫാത്തിഹയും, ഇങ്ങനത്തെ എല്ലാ മജ്‌ലിസുകളും ആൾക്കാർ പോലാണ് നിർത്തും. എന്നിട്ട് ആൾക്കാർ അള്ളാഹ്ക്ക് വേണ്ടി റസൂൽ പഠിപ്പിച്ച പോലെ സഹാബത്ത് പോയ സ്വർഗത്തിലേക്ക് വേണ്ടി ഇബാദത്തുകൾ കൃത്യമായി ചെയ്യാൻ തുടങ്ങും. അള്ളാഹ് പറയാണ്, വലഖദ് ഊഹിയ ഇലൈക, ഓ നബിയെ, താങ്കളിലേക്ക് നാം വഹി നൽകുകയാണ്. താങ്കൾക്ക് മുമ്പ് നൽകിയ ഈ വഹി, താങ്കൾക്ക് മുമ്പ് നൽകിയ പ്രവാചകന്മാർക്ക് നൽകിയ അതേ വഹിയാണ്. എന്താ? താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ അല്ല ഹബീബ് ശിർക്ക് ചെയ്യൂ ഇല്ല, ശിർക്കിന് ഭയപ്പെടുന്ന ആവശ്യമുണ്ടോ? ഇല്ല. ആരോടാണ് ഈ മമീർ? തഫ്സീറിൽ കാണാം, അത് ഉമ്മത്തിനോടാണ്, റസൂലിന്റെ ഉമ്മത്തിനോടാണ് അള്ളാഹ് പറയുന്നത്. എന്ത്? താങ്കളുടെ ഉമ്മത്താണെങ്കിൽ പോലും നബിയെ ശിർക്ക് ചെയ്താൽ അമലൊക്കെ പോലും, നമ്മളെ സ്വലാത്ത്, ദിക്ർ, നോമ്പ്, ഉംറ, ഹജ്ജ്, സദക്ക, ഖുർആനോത്തൊക്കെ ഓട്ട ബക്കറ്റിൽ വെള്ളം നിറച്ച് പൊന്തിച്ച എന്താ സ്ഥിതി? ഓട്ടച്ചാക്കിൽ സാധനം നിറച്ച് പൊന്തിച്ച എന്താ സ്ഥിതി? ഒരു രക്ഷയില്ല, അതുണ്ടാവില്ല. അതേപോലെ അമലുകളൊക്കെ പോയി ശിർക്ക് ചെയ്താൽ അപ്പൊ എത്ര വലിയ പാപമാണ് സഹോദരിമാരെ, ഉമ്മമാരെ, നാട്ടുകാരെ, മുഖ്യങ്ങളെ ശിർക്ക്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ശിർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ ഉമ്മത്തിൽ വരും. മുൻഗാമി സമുദായമായ ജൂത ക്രിസ്ത്യാനികളും മജൂസികളും ഒക്കെ എങ്ങനെ പഠിച്ചോ
അതുപോലെ എന്റെ ഉമ്മത്ത് മുസ്ലിമും പിഴക്കുന്നു മാത്രമല്ല, ലാ തഖൂമ സ്സാഅ, അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഹത്താ ഏതുവരെ തൽഹഖ ഖബായിലും മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ, എന്റെ സമുദായത്തിൽ നിന്ന് മുശ്രിക്കുകളോട്, ശിർക്ക് ചെയ്യുന്ന ആളുകളോട് വിശ്വാസത്തിലും കർമ്മത്തിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലൊക്കെ സാമ്യപ്പെടാതെ ലോകം അവസാനിക്കുകയില്ല. വഹത്താ തുഅബദൽ ഔസാൻ, അവർ കല്ലുകളെ വരെ ആരാധിക്കുന്ന മുസ്ലിം സമുദായം. പാലക്കാട് ജില്ലയിലേക്ക് പോകും, മണ്ണാർക്കാട് അല്ലേ, നാട്ടുകല്ല് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്ന് ആലോചിച്ച് 1.5 മീറ്റർ നീളമുള്ള മീസാൻ കല്ലാണ്. അത് തൊട്ടുമുട്ടുന്നു, തവാഫ് ചെയ്യുന്നു, അവിടെ പോയി സങ്കടം പറയുന്നു, അവിടെ പണം എറിയുന്നു ആളുകൾ. പാലക്കാട് പുത്തരിപ്പാടത്ത് പോയി നോക്കി നിങ്ങള്, മരത്തിന്റെ വള്ളിമ പച്ച കെട്ടിയിട്ട് കുട്ടികളില്ലാത്ത ആൾക്കാർ അവിടെ വന്ന് റിബൺ കെട്ടി ദ്വാരിക്കുക, തൊട്ടിൽ കെട്ടിയിട്ട്. എന്നിട്ട് അവിടെ ഒരു മോലിയരുണ്ട്, പ്രാർത്ഥിച്ചു കൊടുക്കുക, ഈ മരവള്ളി കൊടുത്തിട്ട് ഷെയ്ഖേ ഈ വന്ന ആൾക്കാർക്ക് കുട്ടിനെ കൊടുക്കണേ. അള്ളാന്റെ ഹബീബ് ഖുർആനിൽ വ്യക്തമായി പഠിപ്പിച്ചെന്ന് സൂറത്ത് ജിൻ 20-ാമത്തെ ആയത്ത് 18-ാമത്തെ ആയത്ത് എന്താ? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബി അഹദാ, പറഞ്ഞു കൊടുക്കൂ നബിയെ, ഞാൻ അള്ളാഹിനോട് മാത്രം ഇതുവരെ ഒരാളെ ഞാൻ പങ്കുവെക്കൂല. എന്താ? അത് ശിർക്കാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. മഹാനായ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, മഹാന്മാരായ ബദർ ശുഹദാക്കൾ, റിഫായി ഷേഖ്, മമ്പറം തങ്ങൾ, ഇവരൊന്നും അവരെ വിളിച്ച് ഇസ്തിഹാസ ചെയ്യാൻ, അവരെ പേരിൽ നേർച്ച ചെയ്താനോ കുത്തുബിയെ നടത്താനോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഒക്കെ പാടി പറയാൻ, ആയത്തുകൾ ബന്ധപ്പെടുത്തി പറയാൻ സമയം പരിമിതമാണ്. മാത്രമല്ല അതിനുള്ള ഒരു അവസ്ഥയിലും അല്ല എന്നുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ മുഅ്മിനീങ്ങളെ, മടക്കയാത്രയെ നമ്മൾ സൂക്ഷിക്കുക. സഹാബത്ത് മരണാന്തര ജീവിതത്തിലേക്ക് വേണ്ടി ജീവിതത്തെ ഒരുക്കി, അതിനുവേണ്ടി അവർ സക്രിയരായി മത്സരിച്ചു. എന്തുകൊണ്ട്? നാളെയുടെ ലോകത്ത് വിജയം കിട്ടണം. ഞാൻ ആമുഖത്ത് ഓതിയ ആയത്ത് ഞാൻ പറഞ്ഞു അല്ലേ, പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു ബെയ്ത്ത് പാടിയിട്ടുണ്ട്. എന്താ അതിന് അർത്ഥം എന്ന് നിങ്ങള്? ദവാഉ ഖൽബിൽ ഖംസത്തിൻ ഫതിലാവത്തിൻ തദബ്ബുരിൽ മഗ്നാ വലിൽ ബതനിൽ ഖലാ വഖിയാമു ലൈലിൽ വതദർറുഹു ബിസ്സഹർ മുജാലസത്തിൻ സാലിഹീനൽ ഫുളലാ. ഹൃദയത്തിന് ബാധിക്കുന്ന എല്ലാ രോഗങ്ങൾക്കും 5 മരുന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പണ്ഡിതന്മാർ പറഞ്ഞുതരാം. ഹൃദയത്തിന് ബാധിക്കുന്ന 5 രോഗങ്ങൾക്ക് മുഴുവൻ 5 മരുന്ന്. കണ്ട ഇൻസുലിനും മറ്റും മറിച്ചും എല്ലാം കുത്തിയിട്ട് ഒരു മാർഗമില്ല. മൗലവി ആ മരുന്ന് പറഞ്ഞാൽ എഴുതി കെട്ടാൻ കാര്യമില്ല, മെഡിക്കൽ ഷോപ്പ് കിട്ടൂല. ആ മരുന്ന് അഹ്ലുസ് സുന്ന വൽ ജമാഅയുടെ ഉലമാക്കൾ പറഞ്ഞ മരുന്നാണ്. എന്താണ്? ദവാഉ ഖൽബിൽ ഖംസത്തിൻ ഫതിലാവത്തിൻ, ഒന്ന് ഖുർആൻ അർത്ഥമനുസരിച്ച് ഓതുക, തിലാവത്തനുസരിച്ച് ഓതുക, അർത്ഥം പഠിക്കുക, 2 കാര്യം. അതേപോലെ തന്നെ തിലാവത്തിൽ ഇടക്കിടക്ക് വയറ് കാലിയാക്കുക. അത് സുന്നാമക്കി കൂട്ടിയാൽ മതിയല്ലോ. അല്ല, സുന്നത്തോമ്പ് വിളിക്കുക, സുന്നത്ത് നോമ്പ് എടുക്കുക, അതാണ് വയറ് കാലിയാക്കുക. സഹറിന്റെ സമയത്ത് തഹജ്ജുദ് നമസ്കരിക്കാൻ എഴുന്നേൽക്കുക, എന്നിട്ട് ധാരാളമായി ഇസ്തിഗ്ഫാർ ചെയ്യുക. 5-ാമത്തെ കാര്യം എന്താ പറയുന്നത്? മുജാലസത്തിൻ സ്വാലിഹീനൽ ഫുളലാ, അല്ലാഹു തആല തൃപ്തിപ്പെട്ട സ്വാലിഹീങ്ങളുമായി കൂട്ടുകൂടുക. ചന്ദനം ചാരിയ ചന്ദനം മണക്കുള്ളൂ, ചാണകം ചാരിയ ചാണകം മണക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നല്ലവരുമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അത്ര കച്ചവടക്കാരന്റെ കൂടെ നിൽക്കണ പോലെയാണ്. ഒരിടത്ത് നല്ല മണം ഉണ്ടാവുള്ളൂ. മോശപ്പെട്ടവരുമായുള്ള കൂട്ടുകെട്ട് പെരുങ്കലിന്റെ ഒലയിലിരിക്കുന്ന പോലെയാണ്. പെരുങ്കലിന്റെ ഒലയിലിന്റെ അന്തസ്ഥിതി, അവിടെ വസ്ത്രം കത്തും, വിയർപ്പുണ്ടാവും, ദുർഗന്ധം ഉണ്ടാവും, എന്ത് സംഭവിക്കും. അതുകൊണ്ട് നല്ലവരുമായി ഈ 5 മരുന്നുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ മതി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ ഞാൻ പാടിയ തഹവാ കുഞ്ഞുമ മുസ്ലിയാരുടെ ബെയ്ത്ത്, ആ കിതാബിൽ കുറെ നല്ല പാട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ കുറെ സത്യം ഒക്കെ പറയുന്ന കൂട്ടത്തിൽ എല്ലാ ഖുറാഫാത്തും ഉണ്ട്, നല്ല പാട്ടുണ്ട്. നല്ല പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. അതേതാ? സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കില്, സ്വർഗം നമുക്കൊരു വീടായി കിട്ടിയാൽ പടഞ്ഞ് കുറച്ച് പ്രാരാബ്ദവും പട്ടിണിയും കുറച്ച് പൈസ ഇല്ലാത്തവനും എത്ര ചങ്ങായി വെറും പള്ളിയും പരിപാടിയും ഒക്കെ നടക്കുകയാണ്. ഓനെ വയലും ക്ലാസും സംഘടനയും പ്രവർത്തനമൊക്കെ ഉള്ളു, ഓന് കാര്യമായിട്ടൊരു പരിപാടി ഇല്ല, ചെറിയ ശമ്പളത്തിന് വർക്ക് ചെയ്യാം. ഇന്ന് ആൾക്കാർക്കിടയിൽ അതിന് താല്പര്യമില്ല. പണ്ടൊരു ബ്രോക്കർ എന്നോട് പറഞ്ഞതാണ്, ഒരു ബ്രോക്കറിന് അഡ്രസ് കൊടുത്ത് നല്ലൊരു കാര്യപ്പെട്ട ഒരാൾക്ക്. അപ്പൊ അയാള് അങ്ങാടിയിൽ വന്ന് ആദ്യം തന്നെ കടക്കാരനോട് ഈ അഡ്രസ് വെച്ച് പോകാൻ, കടക്കാരൻ പറഞ്ഞ നമുക്കറിയാം നല്ല ചെക്കനാണ്,
ഉഷാറാണ് മാസാല, കുടുംബം തിരക്കടില്ല. മൂപ്പര് ഉറപ്പിക്കാന്നുള്ള നിലക്ക് അത് പോവുകയാണ്. അപ്പൊ കടക്കാരൻ വിളിച്ചാൽ പിന്നെ ഒരു ചെറിയ സംഗതി പറയാണ്ട് എന്ത് ചോദിച്ചു, അവന് കള്ളു കുടിച്ചാൽ പണിയുണ്ട് ചോദിച്ചു. അല്ല ആവുന്നല്ല, പിന്നെ അതാ കക്കണ പണിയിട്ടുണ്ട് ചോദിച്ചു. അതൊന്നുമില്ല. പിന്നെന്താ പിന്നെ പലിശന്റെ വല്ല ഏർപ്പാട് ചോദിച്ചില്ല. അതല്ല, ഓനിവിടെ പള്ളിക്കലാണ് ബാങ്കു കാമത്തും ഇമാമത്തും പിന്നെ ചെറിയ ക്ലാസ് മദ്രസൊക്കെ ആയിട്ട് എടുക്കണം. എന്നാ പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടില്ല, എന്നോട് അന്വേഷിച്ചിട്ട് ഞാൻ പോകും കേട്ടോ. മൂപ്പര് ബസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്റെ നാട്ടിലുണ്ടല്ലോ ഒരു പള്ളിക്കൽ മുക്രിക്ക, എത്ര ഇപ്പൊ മൂപ്പർക്ക് ശമ്പളം? 9,000 റുപ്യ. 9,000 റുപ്യക്ക് ഒരു ചുരിദാറിന്റെ കാല് കിട്ടുമോ? 9,000 റുപ്യക്ക് ഒരു ചുരിദാറിന്റെ കാല് കിട്ടുമോ? അപ്പൊ പിന്നെ എത്ര അതുകൊണ്ടൊക്കെ കാര്യം. അതാണ് നമ്മളെ കൺസെപ്റ്റ്. അത് മാറ്റണം. അതിനകത്തൊക്കെ എല്ലാവരും പള്ളിയിലും എല്ലാവരും സംഘടനാ പ്രവർത്തനമായിട്ട് നടന്ന് വേറെ പണിക്കും പോകേണ്ട കച്ചവടം വേണമെന്നല്ല. പക്ഷെ അതിനെ ചെറുതാക്കി കാണുന്നത് 1-ാം സ്ഥാനം ആഖിറത്തിന്, 2-ാം സ്ഥാനം ദുനിയാവിന്. ഞാൻ അവസാനിപ്പിക്കാം. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മരണം അതൊരു യാഥാർത്ഥ്യമാണ്. അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്. സുഖഭോഗങ്ങളെ മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളം ഓർക്കണം. ഒരു 3 മിനിറ്റ് പറഞ്ഞ മരണം പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. 9 മണിയായി. ഉറപ്പുണ്ടോ? ഇൻഷാ അല്ലാഹ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും കഴിഞ്ഞു പോയ ഒരു ആദ്യ പകലും ഒരു ആദ്യ രാത്രിയുണ്ട്. അതേതാ? നമ്മളെ കല്യാണത്തിന് അന്നത്തെ പകലാണ്, അന്നത്തെ രാത്രിയാണ്. അത് ആലോചിക്കാൻ പറ്റാത്ത വല്ലാത്തൊരു സുഖമാണ്. ഇടക്കിടക്ക് ഇങ്ങനെ തേട്ടി വരും. അതിങ്ങനെ ആനന്ദിക്കും. നല്ല കോലത്തിലുള്ള കുടുംബം ചെയ്താണെങ്കിൽ അല്ലേ. മോശപ്പെട്ടാണെങ്കിൽ തുറന്നു നോക്കുമ്പോ തന്നെ അവർക്ക് ഷോക്കടിച്ച മാതിരി കയറും. 4-ാം മാസത്തിൽ എന്റെ തരി വരച്ചതാണ് വേട്. മറ്റോളം പറയും അത്രേ നല്ലതല്ല വന്ന് ഇതിനുള്ള പിക്ക് കിട്ടിയത്. എന്നാൽ നല്ല കോലത്തെ ജീവിക്കുന്നവരാണെങ്കിൽ ആ CD ആയാലും ആൽബായാലും ആ ഫോട്ടോസ് ആയാലും എപ്പോഴും ആനന്ദമാണ്. അല്ലാഹു അങ്ങനെ ജീവിക്കാൻ തോന്നിക്കുന്നു കേട്ടെ. സന്തുഷ്ട കുടുംബം. അപ്പൊ കല്യാണത്തിന്റെ ആദ്യത്തെ പകല് പുതിയാപ്പള ഇങ്ങനെ പന്തലിൽ നിൽക്കും. ചെക്കന്മാര് വന്നിട്ട് പറയും, എപ്പോഴാ ഇറങ്ങാ, എപ്പോഴാ പോകാം? ഇല്ല, 2 മണിക്കൂർ കൊണ്ടുണ്ട്, തിരക്കൂട്ടല്ലേ. അല്ല ഇപ്പൊ കിട്ടും. അങ്ങനെ സമയമായി കഴിഞ്ഞാൽ പുതിയാപ്പള എന്ത് ചെയ്യും? കൂട്ടുകാർ തള്ളിയാണ് കൊണ്ടുപോകുമ്പോ പോയി കുളിച്ചാന്ന് പറയും. അങ്ങനെ അവൻ സ്വന്തം വന്ന് കുളിക്കുകയാണ്. അങ്ങനെ അവന്റെ മണിയറയിലേക്ക് അവനെ കൊണ്ടുവന്ന് കൂട്ടുകാരവന് പുതിയാപ്പളയുടെ പുതുവസ്ത്രം ധരിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അതിന്മേൽ സുഗന്ധം പൂശുകയാണ്. അങ്ങനെ അവനെ അണിയിച്ചൊരുക്കി പന്തലിൽ കൊണ്ടുവന്ന് ഇരുത്തുമ്പോൾ ഉമ്മയും അമ്മ, അതേപോലെ തന്നെ അഞ്ചത്തിമാരും ഏട്ടത്തിമാരും സുഹൃത്തുക്കളും ഏട്ടഞ്ചന്മാരും കുടുംബങ്ങളും വരുന്നു. ഉമ്മ വെക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ എല്ലാവരും ആ രൂപത്തിൽ പൊക്ക കൊടുക്കുന്നു. സമയമായി കഴിഞ്ഞാൽ അലങ്കരിച്ച കാറിലേക്ക് കൂട്ടുകാരൻ അകമ്പടിയോടുകൂടി അവൻ അന്ന് 2 കാർ ഉപയോഗിച്ച് നടന്ന് കയറുകയാണ്. അങ്ങനെ ആ കയറിക്കൊണ്ടവൻ കൂട്ടുകാരന്റെ കൂടെ പോകും. കൈകൊട്ടി പാടി ആവേശത്തിൽ. അപ്പോലും പറയിച്ചു, ഇപ്പാക്കൽ ചങ്ങന്മാരെ നേരം പകിയാണ്, ഇക്കാന്റെ സമയക്കുന്നതൊക്കെ പറയും. തിരക്കൂട്ടല്ലെങ്ങായി രാത്രി ആകട്ടെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹ് അനുവദിച്ച നിക്കാഹും കഴിഞ്ഞ് അള്ളാഹു അനുവദിച്ച ഇണയുമായി തിരിച്ച് കാറിൽ യാത്ര ചെയ്യുകയാണ്. വീട്ടിലെത്തി അതിന്റെ മാമൂൽ മുഹൂർത്തം അനുസരിച്ചുകൊണ്ട് അവന്റെ എല്ലാ ടൈമും കഴിഞ്ഞ് ഓലെന്ത് ചെയ്യും? മണിയറയിലേക്ക് അവനെ കയറ്റും. ആ മണിയറയുടെ വാതിലടച്ചാൽ ആ വാതിൽ പിന്നെ തുറക്കേണ്ടത് എപ്പോഴാണ്? ആ യുവ ദമ്പതികളാണ്, ആ യുവ മിഥുനങ്ങളാണ് തീരുമാനിക്കേണ്ടത് അല്ലേ. അവിടെ സോഫ്റ്റായ മത്തയുണ്ട്, സോഫ്റ്റായ തലയണയുണ്ട്, മുല്ലപ്പൂവുണ്ട്, സുഗന്ധത്തിന്റെ പരിമളങ്ങളാണ്. ആനന്ദദായകമായ മുഹൂർത്തങ്ങളുടെ ഒരു മേച്ചിൽ പുറം തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ദിവസം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ഇനിയും വരാനുണ്ട് ഇതുപോലെ ഒരു ആദ്യ പകലും ഒരു ആദ്യ രാത്രിയും. അതെന്താ? അത് നമ്മുടെ മരണത്തിന്റെ ആദ്യ പകലാണ്. ആ മരണത്തിന്റെ അന്നത്തെ ആദ്യ രാത്രിയാണ്. പുതിയാപ്ല എപ്പോഴാണ് ഇറങ്ങാന്ന് ചോദിച്ചതുപോലെ മരണമാകുന്ന ദിവസത്തിലുണ്ടല്ലോ കൂട്ടുകാരികൾ വന്ന് ചോദിക്കും, എപ്പോഴാ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് എടുക്കുന്നത്? അന്നത്തെ ദിവസം നീ ഒറ്റക്കാണ് കുളിച്ചതെങ്കിൽ മരണത്തിന്റെ ദിവസത്തിൽ നിന്റെ കൂട്ടുകാരികൾ നിന്നെ കുളിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. കല്യാണ ദിവസം നീ പുതുവസ്ത്രം അണിഞ്ഞ് സുഗന്ധം പൂശിയെങ്കിൽ മരണമാകുന്ന ദിവസത്തിലും നീ പുതുവസ്ത്രം ധരിച്ചതിൽ സുഗന്ധം പൂശുകയല്ലേ ചെയ്യുന്നത്. കല്യാണ ദിവസം നീ അണിഞ്ഞൊരുങ്ങി പന്തലില്ലെങ്കിൽ മരണമാകുന്ന ദിവസത്തിലും നിന്റെ മയ്യത്ത് കട്ടിൽ വെച്ചുകൊണ്ട് അവിടെ ഒന്ന് സന്ദർശിക്കാൻ അവസരം കൊടുക്കുകയാണ്. ഉമ്മ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയാണ്. ഭാര്യമാര് കരയുകയാണ്. ഓമന മക്കൾ പറയുന്നു, അപ്പാ ഞങ്ങളെ വിട്ടുകൊണ്ട് പോവുകയാണോ? മൈനറിയത്തിയുമായി കണ്ടടം ഒലിച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ, തിരുമുമ്പിലെന്നും പുഞ്ചിരിച്ചവളല്ലേ.
വാവിട്ട് നിലവിളിച്ച ഒന്നും തട്ടിയില്ല, ഞാനൊന്നും തട്ടിയില്ല. ശരി. സൗണ്ടില്ല. അപ്പൊ ഏതായാലും ഇൻഷാ അല്ലാഹ് സഹോദരങ്ങളെ സഹോദരിമാരെ, ഇനിയും പൊതുപരിപാടികളും ക്ലാസ്സുകളൊക്കെയുള്ളതാണ്. പ്രത്യേകിച്ച് എനിക്ക് തൊണ്ടക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് മൈക്കില്ലാതെ എനിക്ക് പാടാനും വിശദീകരിക്കാനും കഴിയില്ല. ഏതായാലും അതിന്റെ ക്ലൈമാക്സ് എനിക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ട് അല്ലേ. ഈ മണിയറയിൽ കൊണ്ടുപോക്കുന്ന പോലെ ഖബറിൽ കൊണ്ടുവെക്കും. അവിടെ ഇരുട്ടിന്റെ കേന്ദ്രമാണ്, ഇരുളിന്റെ കേന്ദ്രമാണ്. അവിടെ പുഴുക്കളും അതുപോലെ തന്നെ തേളുകളും ശിക്ഷകളുമുള്ള കേന്ദ്രമാണ്. അതുകൊണ്ട് അവിടെ നമുക്ക് സ്വർഗം കണ്ടുകൊണ്ട് കിടക്കുന്ന പുതുമാളനായി മണവാട്ടിയായി കഴിഞ്ഞുകൂടാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. നമ്മുടെ ഒരുമിച്ച് കൂടെ അല്ലാഹു തആല ഖൈറും ബർക്കത്തുമാക്കി തരുമാറാകട്ടെ. ഇതിനുവേണ്ടി സമ്പത്തും ആരോഗ്യവും സമവും എൽമും ചെലവഴിച്ചവർക്കും ഇതിന് വീട് സൗകര്യപ്പെടുത്തിയവർക്കും ഭക്ഷണം നൽകിയവർക്കും ഇത് കേട്ടവർക്കും എല്ലാം അല്ലാഹു തആല എല്ലാ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, നാട്ടുകാർ, കുടുംബങ്ങൾ, കൂട്ടുകാർ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഅഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഫ്രിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. أقول قولي هذا أستغفر الله لي ولكم وجميع المسلمين من كل ذنب واستغفروه إنه الغفور الرحيم. وصلى الله وسلم تسليما كثيرا. السلام عليكم ورحمة الله وبركاته.